ആരാണ് ബദരീങ്ങളോട് സങ്കടം പറയാത്തത്? ആരുമില്ല. അള്ളാന്റെ ഹബീബായ റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യന്മാരാണ് ബദറിൽ പങ്കെടുത്തവര്. അറിവീരേ ബദറിന്റെ സുവന്ദറാൽ അഹ്ദാബൻ നബി നാവാൽ ഖദ് ബുശ്ശിറാഹിന അഹ്മി ഗൈരി كنهم لا ريبا. അറിവീരെ ബദറിന്റെ അഹ്ലുകൾക്ക്, ബദരീങ്ങൾക്ക് അല്ലാഹു തആല വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്. അത്തരം സ്ഥാനം അമ്പിയാക്കളല്ലാത്ത വേറെ ആർക്കും അല്ലാഹു നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് പുതുശ്ശേരി കോട്ടയിലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകര് ബദരീങ്ങളെ പേര് വിളിക്കുമ്പോ ഓരോരോ വീടുകളിൽ, ഈ നാട്ടിലെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഓരോരോ വീടുകളിൽ ബദരീങ്ങളെ പേര് വിളിക്കുമ്പോ മഹദറത്തുൽ ബദരിയ നമ്മൾ ചൊല്ലുമ്പോഴേ ആ വീട്ടുകാർക്ക് എന്താണോ ആവശ്യമുള്ളത്, ഇപ്പൊ എന്നോട് ഗുൽസാർ പറഞ്ഞു, എന്താണോ ആവശ്യമുള്ളത്, മൻസൂർ പറഞ്ഞു, ഗുൽസാർ പറഞ്ഞു, രണ്ടു റാവ് കൊണ്ട് അവസാനിക്കുന്ന പേരാ, ഒന്ന് ഗുൽസാർ ഒന്ന് മൻസൂർ, രണ്ടു റാ ആണ്. അല്ലാഹു തആല രണ്ടാളെയും മൻസൂരിയങ്ങളിൽ ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തണേ അല്ലാഹ്. എന്താ മക്കളെ ആമീൻ പറയാത്ത? ഞങ്ങൾ എല്ലാവരെയും മൻസൂറുകളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ആമീൻ. കണ്ട എന്ത് കണ്ട്? അപ്പൊ ആ ബദരീങ്ങളെ പേര് ചൊല്ലിയിട്ട് അള്ളാഹിനോട് ചോദിച്ചാൽ ദുആക്ക് ഉത്തരം ഉറപ്പാണ്. അങ്ങനെയുള്ള ഒരു പരിപാടിയാണ് ഇത് സ്വലാത്ത് മഹദറത്തുൽ ബദരിയ. അതുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ടൈം വളരെ കുറവായതുകൊണ്ട് ബദരീങ്ങളിൽപ്പെട്ട ആളല്ല ആര്? സൽമാൻ തങ്ങൾ. അവർക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ട്? അവർ അടിമയായി ജീവിച്ച ആളാണ്. വാസ്തവത്തിൽ അവർ അടിമ കുടുംബത്തിൽ ജനിച്ച ആളാണോ? അല്ല. പക്ഷെ അവരെ അടിമയാക്കി മദീനത്തുള്ള കള്ളന്മാര്, ശത്രുക്കൾ, അതായത് ദുഷ്ടന്മാർ. ഈ സൽമാൻ തങ്ങൾ ഏത് നാട്ടിൽ ജനിച്ചതാണെന്ന് അറിയോ? സൽമാൻ എന്ന സ്വഹാബിയുടെ ചരിത്രമാണ് നമ്മൾ പറയുന്നത്. വളരെ ചുരുങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ഒരു 4 മണിക്കൂറെങ്കിലും ഇതിന് ടൈം വേണം. സൽമാന്റെ പേരുള്ള ആരെങ്കിലും മജ്‌ലിസിലുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ കൈവെക്കുവോ? ഉണ്ടോ? ഇല്ലല്ല. അത് അൽഹംദുലില്ലാഹ്. പടച്ചോനെ, ആ സൽമാൻ തങ്ങളെ കൂടെ ഈ സൽമാനി നമ്മളെ ദർസിൽ പഠിക്കണം. നമ്മളെ ദർസിൽ, ഏത് ദർസിൽ? പുതുശ്ശേരി കോട്ടല്ലേ, മഹല്ല് ജമാഅത്ത് പള്ളി, അതല്ലേ? ഇവിടെയാണ്. ആ പള്ളിയുടെ ചുറ്റുഭാഗത്ത് ഒരുപാട് മുഅ്മിനീങ്ങൾ അന്തി ഉറങ്ങുന്നുണ്ടല്ലോ. അല്ലാഹ്, പരിസര വീട്ടിലുള്ള പലരും വഫാത്തായി പോയി, അവിടെ അന്തി ഉറങ്ങുന്നു. ഇവിടെയുള്ള പലരുടെയും മാതാപിതാക്കൾ വഫാത്തായി. ഞാനിപ്പോ ആഹാരം കഴിച്ചത് എവിടെയാണ്? നമ്മുടെ കൊട്ടുകാട് തച്ചിരിയത്ത് അസ്ഹർ സാഹിബിന്റെ വീട്ടിലാണ്. അവരുടെ ബാപ്പയും ഉമ്മയും ബാപ്പയും എന്റെ വാപ്പയും ഇവിടെ പലരുടെയും ബാപ്പമാരും ഇന്തിഖാൽ ഹോഗയ, മരണപ്പെട്ടു. സ്വർഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടട്ടെ. സൽമാൻ തങ്ങളെ കൊണ്ട് സ്വർഗം അവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വർഗം നൽകണേ അല്ലാഹ്. സ്വർഗം വേണ്ടേ? അല്ലാഹു സ്വർഗത്തിൽ കുട്ടികളൊക്കെ ഒരുമിച്ച് കൂട്ടട്ടെ. അല്ലാഹ് സ്വർഗത്തിൽ കുട്ടികളുണ്ടാകും അല്ലേ? ഖിദ്മത്തിനായി കാണാമതിൽ ചില കുട്ടികൾ, കാഴ്ചക്ക് തോന്നും നല്ല കൗതുക മുത്തുകൾ. മോനെ, സ്വർഗത്തിലെ കുട്ടിയാകണ്ടേ? അള്ളാഹു സ്വർഗത്തിലെ കുട്ടിയാക്കട്ടെ എല്ലാവരും. നമ്മളൊക്കെ സ്വർഗത്തിലെ കുട്ടിയാക്കട്ടെ. അപ്പോ നമ്മൾ പറഞ്ഞെന്താ? സൽമാൻ തങ്ങളെ ജനിച്ച നാടേത്? സൽമാൻ എന്ന സ്വഹാബി. ആ സ്വഹാബി മക്കക്കാരനാണോ? അല്ല. മദീന എന്ന നാട്ടിൽ ജനിച്ച ആളാണോ? അല്ല. മക്കയുടെ അടുത്തെങ്ങാനും ജനിച്ച ആളാണോ? അല്ല. മദീനയും മക്കയും ഉൾപ്പെട്ട ആ നാടിന് ചരിത്രത്തിൽ, ആ പ്രദേശത്തിനൊരു പേരുണ്ട്. ഇപ്പൊ ഈ കൊട്ടുകാടായാലും അഞ്ചലായാലും ആയൂരായാലും ഓയൂരായാലും ഏരൂരായാലും ഇങ്ങനത്തെ ഊരുകളെല്ലാം കൂടി ഉൾപ്പെടുമ്പോ അതിനാ കൊല്ലം ജില്ല എന്ന് പറയാം. അതുപോലെ മക്കയും മദീനയും എല്ലാം കൂടി ഉൾപ്പെടുന്ന ആ സ്ഥലത്തിന് എന്താ മോനെ പേര്? മക്കയും മദീനയുടെ ഇടയിലുള്ള സ്ഥലങ്ങളെല്ലാം കൂടി. ഇപ്പൊ ചോദ്യം ചോദിക്കാൻ ടൈമില്ല, ഉണ്ടെങ്കിൽ പറഞ്ഞോളി. അറിയോ? ഉറക്കപ്പറ, തെറ്റിയാൽ കുഴപ്പമൊന്നുമില്ല. മക്കയും മദീന എല്ലാം കൂടി ഉൾപ്പെട്ട ആ പരിസരത്തിന്റെ പേരെന്താ? ഹിജാസ്. എന്താ പറയാ? ചരിത്രത്തിൽ അറിയപ്പെടുന്ന പേരാണ് ഹിജാസ്. അതാണ് ഇസ്ലാമിന്റെ തറവാട്, ദി ക്യാപിറ്റൽ ഓഫ് ഇസ്ലാം. ഇസ്ലാമിന്റെ അടിത്തറ അവിടെയാണ്. അവിടെയാണോ സൽമാൻ തങ്ങളുടെ ജനനം? അല്ല. പിന്നെ എവിടെയാണ്? ഈ പാട്ടുകൾ കേട്ടാൽ മനസ്സിലാകും. മഹിതം ശുരൂദി വിളങ്ങും ഈ കഥ കേൾവീരേ
മാനിമ്പത്താഹ സമാനിൻ മുമ്പെന്ന റീവീരേ മഹിയിൽ തിളങ്ങിടും ഇസ്ബഹാനെന്ന ദേശത്ത് മാനീതരേറെ വസിത്ത ശിറാസിൻ ചാരത്ത് ബഹുമാമികണ്ടേ മജൂസി ഉണ്ടീഹ ഭാഷുന്നേ ഭാരിച്ചേമാലുണ്ടിവർക്ക് കേളിയും വീശുന്നേ. പാട്ടുണ്ടാക്കിയ മഹാകവി ഇദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു വലിയ ബറക്കത്തുള്ള ഒരു ആലിമാണ്. ആൾ കേരള കിസ്സപ്പാട്ട് അസോസിയേഷൻ എന്ന മഹത്തായ സംഘടനയുടെ വലിയ സംസ്ഥാന കമ്മിറ്റി പ്രവർത്തകനാണ്. വിനീതനായ ഞാനും അതിന്റെ ഒരു മെമ്പറാണ്. തൃശൂർ ജില്ലക്കാരനായ കോടാലി എന്ന നാട്ടുകാരനായ സുദ്ദീഖ് മുർഷിദി ഉസ്താദ് അദ്ദേഹം പാടുകയാണ്. അല്ലാഹു അദ്ദേഹത്തിനും വലിയ ബറക്കത്തും ആഫിയത്തും ഹിമ്മത്തും ഇസ്സത്തും നൽകണേ അല്ലാഹ്. അദ്ദേഹം പറയുകയാണ്, മഹിതം ശുരുതി വിളങ്കും ഇക്കഥ കേൾവീരെ മാനിമ്പ ത്വാഹ സമാനിൻ മുമ്പെന്നറിവീരെ. മാനിമ്പ ത്വാഹ സമാനിൻ മുമ്പ്, അല്ലാഹുവിന്റെ റസൂൽ ജനിക്കുന്നതിന്റെ എത്രയോ പതിറ്റാണ്ടുകൾ മുമ്പ് അല്ല, നൂറ്റാണ്ട് മുമ്പ് തന്നെ. നൂറ്റാണ്ടുകളേക്കാൾ, ഒരു നൂറ്റാണ്ടിനേക്കാൾ ഏറെക്കാലം മുമ്പ്, 2 നൂറ്റാണ്ടിനേക്കാൾ ഏറെക്കാലം മുമ്പ് ജനിച്ചൊരു മഹാനാണ്. ആ മഹാൻ ജനിച്ചത് മഹിയിൽ തിളങ്ങിടും ഇസ്ബഹാനെന്ന ദേശത്ത് മാനിതരേറെ വസിത്ത ശിറാസിൻ ചാരത്ത്. മഹിയിൽ തിളങ്ങിടും ഇസ്ബഹാൻ എന്ന ദേശത്ത്. ഏത് നാട്ടിൽ അവർ ജനിച്ചത്? ഇസ്ബഹാൻ. ഏത് നാട്ടില്? അള്ളാഹ് കുട്ടി പറഞ്ഞല്ലോ, ആ കുട്ടിക്ക് അള്ളാഹു വലിയ ബർക്കത്ത് കൊടുക്കട്ടെ. ഏത് നാട്ടിലെ മോനെ? ഇസ്ബഹാൻ. ആദ്യം പറഞ്ഞ മോനാണ്. അവന്റെ പേരെന്താ? ഇഹ്സാൻ. നല്ലൊരു ബർക്കത്തുള്ള പേരിട്ട പഠിച്ചോനെ. മുത്തഅല്ലിം കുട്ടികളൊക്കെ ഉറക്കാൻ ഉത്തരം പറഞ്ഞോളി, പറഞ്ഞോളി. കാരണം ഈ തലേക്കെട്ട് വലിയ ബർക്കത്ത് അള്ളാഹു എല്ലാ കുട്ടികളെയും, എന്റെ മക്കളെയും, എന്റെ മോനും തലേക്കെട്ട് കെട്ടുന്ന തലപ്പാക്കെട്ട് കെട്ടുന്ന കുട്ടിയാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു തആല എല്ലാവരെയും, ഇവിടെ വന്ന എല്ലാവരുടെയും, ഞാനിപ്പോ ഒരു വീട്ടിൽ നിന്ന് വരികയാണ്, ആ വീട്ടിലുണ്ട് ദർസിൽ പഠിക്കുന്ന മക്കൾ, എല്ലാവരെയും നല്ല ബറക്കത്തുള്ള ആലിമീങ്ങളാക്കണേ അല്ലാഹ്. ഇസ്ബഹാൻ അത് എവിടെയാണ്? ഇറാനിലാണ്, ആധുനിക ഇറാനിലാണ്. ഇസ്ബഹാൻ എന്ന നാട് മാനിതർ ഏറെ വസിത്ത ഷിറാസിൻ ചാരത്ത്. ഷിറാസ് എന്ന് പറയുന്ന നാടിന്റെ അടുത്തുള്ള നാടാണേത്? ഇസ്ബഹാൻ. ആ ഇസ്ബഹാനിൽ മഹിയിൽ തിളങ്ങിടും ഇസ്ബഹാനെന്ന ദേശത്ത് മാനിതരേറെ വസിത്ത ഷിറാസിൻ ചാരത്ത് ബഹുമാമികം മജൂസി ഉണ്ടീഹ ഭാഷുന്നേ പരിചയമാലുണ്ടി വർക്ക് കേളിയും വീശുന്നേ മഹാരാജനേറ്റം പിരീശം ബേത്തോരു സ്വാഹിയ മന്നൻ കസറിലെ അർച്ചനയ്ക്കെന്നും വാഹിയ അർച്ചനയേത് പൊളോതും ഉണ്ടഗ്നി കൂട്ടിയിട്ട് അനങ്ങളേലും അമ്മൈത്ത കോനെ വെടിന്തിട്ട്. മലയാളമാണ് ഈ പാട്ടുള്ളത്, ഫുള്ള് മലയാളമാണ്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചാൽ തന്നെ, ഈ പാട്ട് ശ്രദ്ധിച്ചാൽ ഇതിന്റെ അർത്ഥം മനസ്സിലാവും. ബഹുമാ മികന്തേ മജൂസി ഒണ്ടിഹ ഭാഷുന്നേ, ഭാരിച്ച മാരുണ്ട് ഇവർക്ക് കേളിയും വീശുന്നേ. ആ നാട്ടിൽ ആരുണ്ട്? ഒരു മജൂസി ഉണ്ട്. മജൂസി എന്ന് പറഞ്ഞാൽ തീയിനെ ആരാധിക്കുന്ന ആളാണ്. തീയാണ് ദൈവം. തീന്റെ അടുക്ക പോയിട്ട് വിറക് കത്തിച്ചിട്ട് തീന്റെ അടുത്ത് പോയിട്ട് ദൈവമേ കുട്ടികളെ തരണേ എന്ന് പറയും. ദൈവമേ തീപ്പൊള്ളലിൽ നിന്ന് രക്ഷപ്പെടുത്തണേ, തീപ്പൊള്ളൽ തീ കത്തലൊന്നും ഉണ്ടാക്കരുതേ എന്ന് പറയും. എവിടെ പോയിട്ട്? തീന്റെ അടുത്ത് പോയിട്ട്. അങ്ങനെയുള്ള ഒരു മജൂസിയാണ് ആ നാട് ഭരിക്കുന്നത്. ഏത് നാട്? മഹാനായ സൽമാൻ തങ്ങളെ പെറ്റ നാട്.
അൽഹംദുലില്ലാഹ്. എല്ലാവരും അള്ളാഹു മുന്നിലേക്കാക്കട്ടെ. ഖൈറിന്റെ വിഷയത്തിൽ അള്ളാഹു എല്ലാവരും മുന്നിലേക്കാക്കട്ടെ. അത് നല്ല സ്റ്റേജ്, ചെറിയ സ്റ്റേജാണ്. അൽഹംദുലില്ലാഹ്. അപ്പോ ആ ഇസ്ഫഹാനിൽ ആരുണ്ട്? അവിടെ രാജ്യം ഭരിക്കുന്ന ആൾ ആരാണ്? ഒരു മജൂസിയാണ്. ആരാ മോനെ പറ? മജൂസി. അതെ, മജൂസി എന്ന് പറഞ്ഞാൽ എന്തിനെ ആരാധിക്കുന്ന ആളാണ്? തീയിനെ ആരാധിക്കുന്ന ആളാണ് അല്ലേ? അവിടെ ഒരു പൂജാരി ഉണ്ട്. ഒരു പൂജാരി കണ്ടോ, മഹാരാജൻ ഏറ്റവും പിരിശം ബെത്തൊരു സ്വാഹിയ. ആ രാജാവിന് ഏറ്റവും പിരിശം ബെത്ത പ്രിയപ്പെട്ട ഒരു പൂജാരി ഉണ്ട്. അയാളെ പണി എന്താ? മന്നൻ ഖസുറിലെ അർച്ചനയ്ക്ക് എന്നും വാഹിയ. അർച്ചന എന്ന് പറഞ്ഞാൽ ആരാധന. ആരാധനയ്ക്ക് വേണ്ട എല്ലാ നേതൃത്വം കൊടുക്കുന്നത് ഇദ്ദേഹമാണ്. അദ്ദേഹം അർച്ചന ഏത് പൊളുതും ഉണ്ട് അഗ്നി കൂട്ടിയിട്ടാണ് അയാളുടെ അർച്ചന, ആരാധന. ആലങ്ങൾ ഏളും അമൈത്ത കോന വെടുന്നിട്ട്, ആലം എന്ന് പറഞ്ഞ എല്ലാ ലോകങ്ങളും പടച്ചു പരിപാലിക്കുന്നവനായ റബ്ബിനെ മറന്നുകൊണ്ട്, ഏകയിലായ അള്ളാനെ മറന്നുകൊണ്ട് തീയിന്റെ മുമ്പിൽ പൂജിക്കലാണ് പൂജാരിക്ക് പണി. അർച്ചനയേത് പൊള്ളുതും ഉണ്ടഗ്നി കൂട്ടിയിട്ട് അലങ്കലേലും അമൈത്ത കോനെ വെടിന്തിട്ട്. അദ്ദേഹത്തിന് എല്ലാം ഉണ്ട്. ആർക്ക്? ഈ പൂജാരിക്കുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്ത് മാത്രമില്ല? മക്കള് മാത്രമില്ല. എന്തില്ല? പറവനെ എന്തില്ല? മക്കളില്ല. അപ്പൊ അയാൾക്ക് ഭയങ്കര ദുഃഖം. ആർക്ക്? നമ്മുടെ പൂജാരിക്ക്. അങ്ങനെ അയാൾ എപ്പോഴും ഈ തീയിന്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും. അദ്ദേഹത്തിന്റെ ഭാര്യയും പ്രാർത്ഥിക്കും. ചുരുക്കി പറയാ, കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേ ഈ പൂജാരിയുടെ ഭാര്യ പ്രഗ്നന്റായി. എന്തായി? ഗർഭിണിയായി. അങ്ങനെ ഗർഭിണിയായി ഒരു പൈതലിനെ, ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. എണ്ട് മോളിന്താരോ എടലർച്ചേലും പൈതൽ ബന്ദ് പിറന്താരോ. ആശീത്തെ പോലെ വിശേഷം ബന്ധങ്കോരോ നാളെ അന്തേ മജൂസിതൻ ഇമ്പപ്പൂബിവി ഹംലായി. അങ്ങനെ 9 മാസവും ചില്ലാനം കഴിഞ്ഞപ്പോ കുഞ്ഞിനെ പ്രസവിച്ചു. ആ കുഞ്ഞാണ് നമ്മുടെ കഥാപുരുഷൻ. അപ്പൊ ഈ കഥാപുരുഷന്റെ ബാപ്പ ആരാണ് മക്കളെ? എന്താ പരിപാടി? മൂപ്പര് ഈ ബാപ്പാക്കുള്ള പണി എന്താണ്? പൂജാരിയാണ്. എന്തിനെ പൂജിക്കല്? തീനെ പൂജിക്കല. അൽഹംദുലില്ലാഹ്. ഞാൻ ഈ ദർസിലെ കുട്ടികളോട് ഒരു കാര്യം പറയട്ടെ. അള്ളാഹു നല്ല ബറക്കത്ത് ഈ കുട്ടികൾക്ക് അള്ളാഹു കൊടുക്കുമാറാകട്ടെ. മുന്നിൽ തലയെക്കെട്ട് കെട്ടിയ കുട്ടികൾ ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷമാണ്. പക്ഷേ ഉസ്താദുമാരുടെ മുമ്പിൽ വളരെ പതിഞ്ഞ സ്വരത്തിലാണ് സംസാരിക്കേണ്ടത്. അങ്ങനെ തന്നെ വേണ്ടത്. ഇപ്പൊ നിങ്ങൾ എന്റെ 2 മണിക്കൂർ ഞാൻ കഴിയുന്നത് വരെ നിങ്ങളോട് ചോദിക്കുമ്പോൾ ഉറക്ക ഉത്തരം പറയണം. ഇവിടുത്തെ അദബ് എന്ന് പറഞ്ഞാൽ, ഈ മജ്ലിസിൽ അദബ് എന്ന് പറഞ്ഞാൽ ഉറക്കം പറയണം. ഓരോ സ്ഥലത്തും ഓരോ മട്ടത്തിലാണ്. അതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞു, ഏറ്റവും ഉത്തരം പറയണ കുട്ടികൾ, ഉറക്കം പറയണ, തലപ്പാക്കെട്ട് കെട്ടിയ കുട്ടികൾ. അല്ലാഹു തആല ബദരീങ്ങളെ വേഷം എന്താണ്? തലപ്പാക്കെട്ട് കെട്ടിയതാണ്. അതുകൊണ്ട് ആ ബദരീങ്ങളെ കൂടെ ഈ കുട്ടികളെയും ഞങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഇതേതാ ജില്ല? കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ലക്കാരനായ ഉസ്താദ് പാടിയതാണ് ഈ ഒരു പാട്ട്. ഏത് പാട്ട്? ബദറിൽ ഇറങ്ങി മലക്കുകൾ യുദ്ധത്തിനായി, അവർ കൊണ്ട് തലയിൽ കെട്ട് പുറകിൽ വാലുമായി. അല്ലാഹുവിന്റെ മലക്കുകൾക്ക് ഈ വേഷമാം, നമുക്കൊക്കെ ഇന്നീ വേഷമോ ഒരു മോശമാ. അതുകൊണ്ട് തലപ്പാക്കെട്ട് കെട്ടിയ കുട്ടികളും ഉസ്താദുമാരൊക്കെ ഉറക്ക ഉത്തരം പറയണം. നമ്മളെ കഥാപുരുഷൻ ആരുടെ മകനാണ്? തീയനെ പൂജിക്കുന്ന പൂജാരിയുടെ മോനാണ്. ആ മകനെ പെറ്റു. സൽമാൻ എന്ന കുഞ്ഞിനെ പ്രസവിച്ചു. കണ്ട, നല്ല ചന്തമുള്ള അഴകുള്ള ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞിനെ പറ്റിയാണ് അടുത്ത വരി. പൈതൽ അണുണ്ടണ്ടടങ്കൽ സൂറൂറ, പൈതനെ പാർ തുടനാരി ഹെറാറ,
പെയ്തോളം ആമോദത്തേൻ മഴച്ചാറി പേരിട്ട് സൽമാനിവൻ യണ്ട് കോറി ഹായന്ത് ചന്തമേ ചന്ദിര ചേല ആനന്ദമന്ദാര ചണ്ടത് പോല ആയതനയൻ പിറൈന്ത് സബബ ആഖറിയ ഖുശിയേറ്റം നിറവ പൈതൽ അണുണ്ട് അണ്ടടങ്കൽ സുറൂറ. ഈ കുഞ്ഞിനെ പെറ്റ കാരണത്തിനാൽ ആ വീട്ടിലും പരിസര വീടുകളിലും കുടുംബങ്ങളെ വീടുകളിലും ഈ പൂജാരിയുടെ കൂട്ടുകാരെ വീടുകളിലൊക്കെ വലിയ സന്തോഷമായി. നമ്മുടെ പ്രിയപ്പെട്ട പൂജാരിക്ക് ഒരു മകനുണ്ടായല്ലോ. അങ്ങനെയാണ് ഹാ എന്ത് ചന്തമേ ചന്ദിര ചേല ആനന്ദ മന്ദാര ചെണ്ടത് പോല നല്ല അഴകുള്ള കുട്ടി. ആ കുട്ടിക്ക് സൽമാൻ എന്ന് പേരിട്ടു. ആ കുട്ടി ഇങ്ങനെ നല്ല കളിയും ചിരിയൊക്കെ ആയിട്ട് ഇങ്ങനെ വളർന്നു വന്ന് ഈ പൂജാരി വലിയ പൈസക്കാരനാണ്, നല്ല ധനികനാണ്. അദ്ദേഹത്തിന് എന്തുണ്ട്? അന്നത്തൊക്കെ വലിയ ധനം എന്ന് പറഞ്ഞാൽ എന്താ മോനെ, പഴയ കാലത്തൊക്കെ കാര്യമായിട്ടുള്ള ധനം എന്ന് പറഞ്ഞാൽ തോട്ടങ്ങളാണ്. എന്തിന്റെ തോട്ടം? ഈത്തപ്പഴത്തോട്ടങ്ങളാണ്, മുന്തിരി തോപ്പുകളാണ്. ഒരുപാട് തോട്ടമുണ്ട്. ആർക്ക്? ഈ ബാപ്പാക്ക്, പിതാവിന്. ആരുടെ? സൽമാന്റെ. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരന്മാര്, എപ്പോഴും ഈ പിതാവ് ആരാധനക്ക് നേതൃത്വം കൊടുക്കുന്നതോട് കൂടെ തന്നെ ഇദ്ദേഹം നല്ലോണം ശ്രദ്ധിക്കും കൃഷി കാര്യങ്ങളിൽ, ഈത്തപ്പഴത്തിന്റെ കൃഷി കാര്യങ്ങളിൽ, മുന്തിരിയുടെ കൃഷി കാര്യങ്ങളിൽ. പിന്നെ അറബ് നാട്ടിലുള്ള ചില ചെടികളൊക്കെ ഉണ്ട്. ഇറാന്, ഇറാഖ് എന്നൊക്കെ പറഞ്ഞാൽ പേർഷ്യയാണല്ലോ. അവിടെ ഒരുപാട് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഈ പറമ്പിൽ ഈ വസ്തുവിൽ പുല്ലുണ്ട്. അല്ലാഹു തആല ഈ വസ്തു നമുക്ക് പരിപാടിക്ക് വേണ്ടി വിട്ടു നൽകിയ ആ സഹോദരങ്ങൾക്ക് സ്വർഗത്തിലും വസ്തു അല്ലാഹു നൽകുമാറാകട്ടെ. അപ്പൊ ഇവിടെ പുല്ല് കണ്ടില്ലേ നമ്മൾ? അറബ് നാട്ടിൽ പോയാലും മക്കയിലും മദീനയിലൊക്കെ പോയിട്ടുണ്ട്. വസ്തു നോക്കി, പറമ്പ് നോക്കിയിട്ടുണ്ട്. ഭൂമിയിലൂടെ നടന്നിട്ടുണ്ട്, റോട്ടിലൂടെ അല്ല, പറമ്പിലൂടെ, വസ്തുവിലൂടെ നടന്നാൽ ഇങ്ങനെ പുല്ലൊന്നും കാണൂല. അങ്ങനെ ഒന്നുമില്ലാത്ത മൊട്ടക്കുന്നുകളായിരിക്കും. എന്നാലും അവിടെ ചെറിയ ചെറിയ ഈ മുള്ള് ഉള്ള ചെടികളാ കൂടുതൽ ഉണ്ടാവുക. അവിടത്തെ ചില ചെടികൾ വലിയ മരുന്നാണ്. അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. അത് നമ്മളെ നാട്ടിലും പല ചെടികളും വലിയ മരുന്നാണ്. ഇവിടെ ഇല്ലാത്ത ഒരുപാട് മരുന്ന് എവിടെ ഉണ്ട്? അറബ് നാട്ടിലുണ്ട്. അത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ആകട്ടെ, അങ്ങനെ വലിയ കൃഷികളൊക്കെ ഈ സൽമാന്റെ ബാപ്പ ചെയ്യുന്നുണ്ട്, സൽമാന്റെ പിതാവ് ചെയ്യുന്നുണ്ട്. അയാൾ നേരം വെളുത്താല് പലപ്പോഴും മിക്കവാറും ദിവസങ്ങളിൽ കൃഷിത്തോട്ടത്തിലേക്ക് പോകും. ഈ സൽമാൻ എന്ന മോനെ വലിയ സ്നേഹത്തിൽ എങ്ങോട്ടും പറഞ്ഞേക്കാതെ, വീട്ടിൽ നിന്ന് പുറത്തേക്ക് പറഞ്ഞേക്കാതെ വളരെ 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 സ്നേഹത്തോടെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സൽമാനെ പെറ്റ സൽമാന്റെ ഉമ്മ പ്രസവിച്ച അതേ ദിവസം തന്നെ കൊട്ടാരത്തിൽ വേറെ ഒരു പ്രസവം നടന്നിട്ടുണ്ട്. ആ രാജാവിന്റെ കൊട്ടാരത്തിൽ, ആ നാട് ഭരിക്കുന്ന രാജാവിന്റെ കൊട്ടാരത്തിൽ. അതാരാണ്? രാജാവിന്റെ മകൻ തന്നെ. അപ്പൊ രാജാവിന്റെ ഭാര്യ പ്രസവിച്ചതും രാജാവിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ സൽമാന്റെ ബാപ്പാടെ ഭാര്യ പ്രസവിച്ചതും ഒരേ ദിവസമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ രണ്ട് കുഞ്ഞുങ്ങളും ഇങ്ങനെ വളർന്നു വലുതായി വരികയാണ്. ഈ കുഞ്ഞിന് നമ്മുടെ വിഷയം സൽമാൻ എന്ന് പറയുന്ന കുഞ്ഞിനെ പറ്റിയാണ്. ആ കുഞ്ഞിന് വയസ്സ് 5, 6, 7 ആയി. എങ്ങോട്ടും പറഞ്ഞേക്കുന്നില്ല, എങ്ങോട്ടും ഈ കുഞ്ഞിനെ പറഞ്ഞേക്കുന്നില്ല. കുട്ടികളൊക്കെ ഇങ്ങോട്ട് നോക്കണേ, ഫോട്ടോഗ്രാഫർ ഇവിടെ ഉള്ള ആളാണ്. അവ ലണ്ടനിൽ നിന്ന് വന്ന ആളൊന്നുമല്ല. നാളെ നേരം വെളുത്താലും അവനെ കാണാം. എന്നെ കാണണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അൽഹംദുലില്ലാഹ്. ഈ ഫോട്ടോഗ്രാഫറുടെ പേരെന്താ? അവനിക്ക് അല്ലാഹു വലിയ ബർക്കത്ത് കൊടുക്കട്ടെ. ഫർഹാൻ. അള്ളാന്റെ വാപ്പ പേര് ഫർഹാൻ. ഭയങ്കര സന്തോഷമുള്ള ആളെന്ന് അതിന്റെ അർത്ഥം അല്ലെ? ഫർഹ എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നാണ്. പടച്ചവനെ അവനിക്കും ഞങ്ങൾക്കും ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം ഫർഹ നൽകണേ അല്ലാഹ്. ആമീൻ. അവന്റെ വാപ്പാക്കും അവന്റെ ഉമ്മാക്കും ഒക്കെ ഈ ഫർഹാനെ കൊണ്ട്, ഉസ്താദിന്റെ മോനാണ്, ഈ മോനെ കൊണ്ട് അല്ലാഹു തആല വാപ്പാക്കും ഉമ്മാക്കൊക്കെ വലിയ ഫർഹ് നൽകണേ അല്ലാഹ്. ആമീൻ. അങ്ങനെ എവിടേക്കും പറഞ്ഞേക്കാതെ പോറ്റി വളർത്തുകയാണ് ഈ സൽമാനെ. ഏകദേശം ഒരു 8 വയസ്സൊക്കെ കഴിഞ്ഞു കാണും. ആർക്ക്? സൽമാൻ. നമ്മളെ വിഷയം ആർക്ക്?
റളിയല്ലാഹു അൻഹു. സൽമാൻ എന്നവർക്ക് ഒരു 8-9 വയസ്സ് കഴിഞ്ഞ് 10ലേക്ക് അടുക്കുമ്പോ ഒരു ദിവസം ബാപ്പ വിളിച്ചു. സാധാരണ ബാപ്പ മകനെ കൂട്ടി പോകാറുണ്ട് വല്ലപ്പോഴൊക്കെ ഇവിടെ നമ്മുടെ കൃഷിസ്ഥലത്തേക്ക്. ഇന്ന് നീ പോകണം, എനിക്ക് അങ്ങോട്ട് പോകാൻ വയ്യ, ഒരുപാട് തിരക്കുകളുണ്ട്, അവിടെ ഒരുപാട് തൊഴിലാളികളൊക്കെ ഉണ്ട്, അവർ ജോലി ചെയ്യുന്നുണ്ടോ നോക്കണം. അങ്ങനെ സൽമാൻ പോവുകയാണ്. സുതനെ എപ്പോതിലും കൂട്ടിടൈ ബാബാ സൂക്ഷിത്ത് ബഹ്നിക്ക് ഇബാദത്തിനാവാം. ആദിയമായി ഒരു നാൾ അബൂവോര് ആരംഭമോനെ വിളി തയ്യത്താര്. ആദ്യമായി ഒരു നാൾ അബൂവോര് ആദ്യമായിട്ട് ഒരു ദിവസം ആരംഭ മോനെ വിളിച്ച്, മോനായിരിക്കുന്ന സൽമാനെ വിളിച്ചിട്ട് മോനെ ചേതി അറിവാൻ മസ്റയിൽ ചെണ്ട് മസ്റയിലേക്ക് പോകണം എന്ന് പറഞ്ഞ്. മസ്റ എന്ന് പറഞ്ഞാൽ കൃഷിത്തോട്ടം, മസ്റ എന്ന് പറഞ്ഞാൽ കൃഷിത്തോട്ടം. ആ കൃഷിത്തോട്ടത്തിലേക്ക് പോകണമെന്ന് മോനോട് പറയുകയാണ്, സൽമാനോട് പറയുകയാണ്. ആദ്യമായൊരു നാൾ അബൂവോര് ആരംഭമോനെ വിളി തയ്യത്താര് ചേതി അറിവാൻ മസ്റയിൽ ചെണ്ട് ചേളേലും സൽമാൻ നടയും ദിടം പൂണ്ട്. അങ്ങനെ സൽമാൻ ഒറ്റക്ക് ചേതി അറിവാൻ മസ്റയിൽ ചെണ്ട് വിവരങ്ങൾ അറിയാൻ വേണ്ടി മസ്റയിൽ ചെന്ന് കൃഷിത്തോട്ടത്തിൽ ചെന്നിട്ട് പോയിട്ട് വരണമെന്ന് ബാപ്പ പറഞ്ഞപ്പോൾ ചേലെളും സൽമാൻ നടയിന്ത് പറഞ്ഞാൽ നടന്നു. സൽമാൻ എന്ന് പറഞ്ഞ ആ മകൻ നടന്നങ്ങനെ പോവാണ്. ഒരു കുട്ടിയാണല്ലോ, ഒരു 10 വയസ്സിനോട് അടുത്തൊരു കുട്ടി, 9-10 വയസ്സുള്ള ഒരു കുട്ടി. കുട്ടിക്ക് കുട്ടിത്തം ഉണ്ടാവും. എന്തുണ്ടാവും? കുട്ടിത്തം ഉണ്ടാവും. റുജൂലത്തുണ്ടാവും. ഉസ്താദുമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് ഉസ്താദുമാരുടെ ഭാഷ അല്ല, എല്ലാവരുടെ ഭാഷയും തന്നെ. ആണുങ്ങൾക്ക് പൗരുഷം ഉണ്ടാവുന്ന അറബിയിൽ പറയുമ്പോൾ റജുലിന് റുജൂലത്ത് ഉണ്ടാവും. ഉൻസയാണെങ്കിൽ ഉനൂസത്ത് ഉണ്ടാവും. പെണ്ണിന് സ്ത്രീത്വം ഉണ്ടാവും. കുട്ടിക്ക് കുട്ടിത്തം ഉണ്ടാവും. അപ്പൊ കുട്ടി ഇങ്ങനെ പാട്ടും പാടി പോവാ. കണ്ടിനാൻ ആ പാട്ട് സൽമാൻ എന്നൊരു പാടിയിട്ടുണ്ടാവും. ഞാൻ ചെറിയ കുട്ടിയായ കാലത്ത് കോട്ടക്കല ടൗണിൽ പോയപ്പോ ബസിന്റെ ഉള്ളിൽ ഒരു ചങ്ങായി പാടിയ പാട്ടാണ് അത്. എന്ത്? 2 കണ്ണാലെ കാണുന്ന ഈ ജനം, 2 കാണാത്ത കണ്ണുള്ള ഈ മനോ, കണ്ട് ചോദിക്കാൻ കഴിവില്ലറിയണം, എല്ലാം അല്ലാഹുവിന്റെ പരീക്ഷണം എന്ന് കോട്ടക്കല ബസ് സ്റ്റാൻഡിൽ ഇടക്കിടക്ക് വന്നിരുന്ന ഒരാൾ പാടിയിരുന്നു. അയാൾ മരിച്ചിട്ടുണ്ടാവും. കാരണം അയാൾക്ക് അന്നേരം ഒരു 70 വയസ്സ് അല്ലെങ്കിൽ ഒരു 50 വയസ്സ് 50 വയസ്സ്. അപ്പൊ അല്ലാഹു തആല മരണപ്പെട്ടവർക്കൊക്കെ സ്വർഗം നൽകുമാറാകട്ടെ. ഈ സൽമാൻ എന്നവരിങ്ങനെ ആ ഒരു കൃഷിസ്ഥലമായ പാടത്തിന്റെ വയലിന്റെ വക്കത്തൂടെ ഇങ്ങനെ പോകുമ്പോ സൽമാനിക്ക് ഇപ്പൊ എന്ത് കൃഷി, ചാത്തപ്പൻ എന്ത് മത്സരം പറഞ്ഞ മാതിരി സൽമാന് കൃഷിക്കാഹേ ഇങ്ങനെ പോവാൻ പോകുമ്പോ എന്താടാ അവിടെ, എന്താ അവിടെ കുറെ ആൾക്കാരുണ്ടല്ലോ അവിടെ. സൽമാൻ കുറെ ആൾക്കാർ അങ്ങനെ കണ്ടപ്പോ കുറെ ആൾക്കാർ അങ്ങോട്ട് പോവാണല്ലോ. ഈ കുട്ടി അങ്ങോട്ട് ശ്രദ്ധിച്ചു. അപ്പൊ എല്ലാരും അവിടെ പോവാണ്. അപ്പൊ എന്താ സംഭവം എന്നറിയോ? അവിടെ ചെന്ന് നോക്കുമ്പോ എന്താണ്? അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുകയാണ്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മത്തുകളായ മുഅ്മിനീങ്ങളാ. അന്ന് ഈസാ നബിന്റെ കാലമാണ്. സൽമാൻ എന്നവര് അവരെ പെറ്റ കാലം, അവര് ജനിച്ച് കുട്ടിയായി വളർന്ന കാലം ആരുടെ കാലമാണ്? അള്ളാന്റെ റസൂലായ ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലമാണ്. ആ ഈസാ നബി അലൈഹിസ്സലാം പഠിപ്പിച്ചത് പ്രകാരം അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കാൻ പോവുകയാണ്. ആരാധനാലയത്തിലേക്ക് ജനങ്ങൾ പോവാണ്. ഈസാ നബി പഠിപ്പിച്ച പടച്ചോനും മൂസാ നബി അലൈഹിസ്സലാം പഠിപ്പിച്ച പടച്ചോനും എല്ലാ അമ്പിയാക്കന്മാരും പഠിപ്പിച്ചത് എന്താ? അല്ലാഹു ആകുന്ന ഏക ഇലാഹിനെ പറ്റിയാണല്ലോ പഠിപ്പിച്ചത്. ആർക്കും അതിൽ തർക്കമില്ലല്ലോ. സുഹൃത്തുക്കളെ, എന്റെ പെങ്ങളെ,
അങ്ങനെ അവിടെ ചെന്ന് ദൂരത്തുനിന്ന് അങ്ങനെ അടുത്ത് ഇങ്ങനെ ചെന്ന് അപ്പൊ പള്ളിന്റെ ഉള്ളിൽ അങ്ങോട്ട് കേറിയില്ല, കനീസന്റെ ഉള്ളിലേക്ക് കേറിയില്ല ആര്? സൽമാൻ. എന്നാലും അതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ദിക്ർ ചൊല്ലിയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ദിക്റൊക്കെ അങ്ങനെ കണ്ടപ്പോ മനസ്സിലായി ഇത് അല്ലാഹുള്ള ഏക ഇലാഹായ റബ്ബിനിക്കുള്ള ഇബാദത്താണ്. സൽമാൻ കുട്ടിയാണെങ്കിലും 10 കൊല്ലം തീ എന്ന് പറയുന്ന ദൈവത്തിന്റെ മുമ്പിലല്ലാതെ പൂജിച്ചിട്ടില്ല. അന്ന് തന്നെ സൽമാനിക്ക് മനസ്സിലൊരു തോന്നലുണ്ട്, ഇത് എന്ത് പടച്ചോനാണ് ഈ തീയിനെ നമ്മൾ കത്തിക്കുന്നു, വിറക് വെച്ചിട്ട് കത്തിക്കുന്നു, എന്നിട്ട് ആ തീയിന്റെ മുമ്പിൽ പോയിട്ട് ആവലാതിയും പരാതിയും സങ്കടങ്ങളും പറയുന്നു. ഇതെന്ത് തീ? മഴ വന്നാ തീ കെട്ടില്ലേ, ദൈവം കെട്ടുപോയില്ലേ, അങ്ങനത്തെ ദൈവമല്ലേ ഇത് എന്നൊരു തോന്നൽ സൽമാന്റെ ചെറുപ്പത്തിൽ തന്നെ ഉണ്ട്. ഈ സ്ഥലം തോട്ടത്തിലേക്ക് പോകുമ്പോ സൽമാനിക്ക് ഇത് കണ്ടപ്പോൾ നല്ല റാഹത്തായി, അതിനോട് താല്പര്യമുണ്ടായി എന്നോ. അങ്ങനെ അതിനുശേഷം അന്തിമയങ്കിടും നേരം ആയത് കൊല്ലും അബൂവിൽ മൊളിവായ് മുന്തും ഇബാദത്ത് പാർത്തിടൈ ബാലൻ മുൻപിൻ മറം തങ്കെ കൂടിടൈലോലൻ ചെണ്ടപ്പോൾ കണ്ട് കൈനീസയുണ്ടാടെ ചൊല്ലും ദിക്റും ഖുശൂഓടെ പൂണ്ട് ഗമിത്തിടൈ കേട്ടൊന്നോരോശ പോമനറിന്തിടുവാൻ അണയും ദാശ മുന്തും ഇബാദത്ത് പാർത്തിടൈ ബാലൻ മുൻപിൻ മറം തങ്കെ കൂടിടൈലോലൻ. കണ്ടോ, ചെണ്ടപ്പള് കണ്ട് കനീസയുണ്ടാടെ. ഈ കുട്ടി അങ്ങോട്ട് അടുത്ത് ചെന്ന് നോക്കുമ്പോ സൽമാൻ നമ്മുടെ കഥാപുരുഷൻ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ ഒരു ഇബാദത്തെടുക്കുന്ന സ്ഥലമുണ്ട്. ചൊല്ലുന്ന നാസ് ദിക്റും ഖുശൂഓടെ, ജനങ്ങൾ ഖുശൂഓട് കൂടിയിട്ട് ദിക്ർ ചൊല്ലുകയാണ്. അതിന് ഉസ്താദ് നേതൃത്വം കൊടുക്കുകയാണ്, ഒരു ഇമാമ് നേതൃത്വം കൊടുക്കുകയാണ്. അപ്പൊ ഈ കുട്ടി ഇത് ആദ്യമായിട്ട് കാണുകയാണ്. ആ കുട്ടിക്ക് തോന്നി ഇത് കൊള്ളാമല്ലോടോ, സംഗതി കൊള്ളാമല്ലോ എന്നുള്ള തോന്നൽ വരികയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ തോട്ടത്തിലേക്ക് പോയിട്ടില്ല. വൈകുന്നേരമായി, മഗ്രിബിന്റെ നേരമായിട്ട് അങ്ങനെ വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോ ബാപ്പ ചോദിച്ചു, എന്താടാ മോനെ ഇന്ന് നേരം വൈകിയല്ലോ, നീ പോയില്ലേ? ഈത്തപ്പഴത്തോട്ടത്തിലെ വിശേഷങ്ങളൊന്നും അറിഞ്ഞില്ലേ? ബാപ്പ ഞാൻ പോയിട്ടില്ല. നീ പോയിട്ടില്ല? ഇതുവരെ എവിടായിരുന്നു മോനെ? ഞാൻ അവിടെ കുറെ നല്ല മനുഷ്യന്മാരിങ്ങനെ ദിക്ർ ചൊല്ലുന്ന കണ്ട്, അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുന്ന കണ്ട്. അപ്പൊ വാപ്പ പറഞ്ഞു, പറ്റൂല, അത് ശരിയല്ല, അങ്ങനെയുള്ള ഇബാദത്തൊന്നും ശരിയല്ല, നമ്മളെ ദൈവം മതി, തീ മാത്രമാണ്, അഗ്നി മാത്രമാണ് എന്ന് പറഞ്ഞു. പക്ഷേ സൽമാന്റെ മനസ്സിൽ വാപ്പ പറഞ്ഞത് ശരിയെന്ന് തോന്നിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, സൽമാന്റെ അതേ പ്രായക്കാരൻ, സൽമാനെ പെറ്റ അന്നത്തെ അതേ ദിവസം തന്നെ രാജാവിന്റെ മോനെ അവിടെ പെറ്റിട്ടുണ്ട്, രാജാവിന്റെ ഭാര്യ. ആ കുട്ടിക്കും ഇതേ പ്രായമാണ്, വയസ്സ് 10. അങ്ങനെ സൽമാൻ ആ കുട്ടിയോട് പറഞ്ഞു വിവരങ്ങളൊക്കെ. ആ കുട്ടിക്കും ഇങ്ങനെ ഡൗട്ടാണ് നേരത്തെ തന്നെ, എന്ത് ദൈവം, എന്ത് അഗ്നി എന്നുള്ളൊരു തോന്നൽ ആ കുഞ്ഞിന്റെ മനസ്സിലും ഉണ്ട്. രണ്ടാൾക്കും തോന്നി ആ കനീസയിൽ, ആ മസ്ജിദിൽ ആരാധിക്കുന്ന അവര് ചെയ്യുന്നതാണ് ശരി എന്നൊരു തോന്നലും രണ്ടാൾക്കും ഉണ്ടായി. അതിന്റെ ഇടയിൽ രാജാവിന്റെ മകൻ പറഞ്ഞിട്ടേ, സൽമാനെ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇതുപോലെ ഒരിക്കലും ഇങ്ങനെ നടന്നപ്പോ ബാപ്പാന്റെ കൂടെ, എന്റെ പിതാവിന്റെ കൂടെ കാട്ടിലേക്ക് ഞാൻ പോയ സമയത്ത് കാട്ടിന്റെ ഉള്ളിലുണ്ട് ഈത്തപ്പന ഓല കൊണ്ടുണ്ടാക്കിയ ഒരു ഷെഡ്. ആ ഷെഡിൽ ഒരു മനുഷ്യൻ ജീവിക്കുന്നുണ്ട്, നല്ല ഒരു ബറക്കത്തുള്ള മുഖം. അന്ന് എന്റെ വാപ്പാന്റെ കൂടെ ആയതുകൊണ്ട് ഞാൻ പിന്നെ അയാളോട് സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ അയാള് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ദ്വാരിക്കുക, പ്രാർത്ഥിക്കുകയാണ് അയാളെ പണി. അയാള് നല്ലൊരു മനുഷ്യനാണെന്ന് തോന്നുന്നുണ്ടല്ലോ, നമുക്കൊന്ന് പോയാലോ, ആരും അറിയണ്ട. അങ്ങനെ രണ്ടാളും കൂടി, സൽമാൻ എന്ന് പറയുന്ന അക്കുട്ടിയും രാജാവിന്റെ മോനും കൂടി പോവുകയാണ്. അപ്പൊ രാജാവിന്റെ മക്കളല്ലേ, കുതിരക്ക് അവിടെ ഉണ്ട്, പോകാനുള്ള വാഹനം, അന്നത്തെ ഏറ്റവും നല്ല സ്പീഡുള്ള വാഹനം റെഡിയാണ്, ഇഷ്ടം പോലെ റെഡിയാണ്. ഒരു കുതിരപ്പുറത്ത് ആ കുതിര ഫസ്റ്റ് ഗിയർ ഇട്ട് സ്റ്റാർട്ട് ആക്കിയിട്ട് രണ്ടാളും കൂടി കയറി സ്റ്റാർട്ടാക്കി, പിന്നെ ഫസ്റ്റ് ഗിയർ ഇട്ട് പോയി. എവിടേക്ക് പോയി മോനെ? എവിടേക്ക് പോയി? എങ്ങോട്ട് പോയി? കാട്ടിലേക്ക് പോയി.
കാട്ടിക്ക് ചെന്നു. അറിന്തിടാൻ മൊഞ്ചുടയവർ ബന്ദ്. ഈ രണ്ട് കുട്ടികളും കാട്ടിൽ ചെന്ന് ആ ഒരു ഇബാദത്തെടുക്കുന്ന ഒരു ശൈഖ്, ഒരു വലിയ സൂഫി വര്യൻ, ഒരു സ്വാലിഹായ മനുഷ്യൻ ഇബാദത്തെടുക്കുന്ന ഒരു മണ്ഡപം, ഒരു ആരാധനാ കേന്ദ്രം അവിടെ ചെന്ന് നോക്കുമ്പോ ഒരു വയസ്സൻ ഒരു ഉസ്താദ് ഉണ്ട്. അവിടെ നിറയുന്ന പുഞ്ചിരിച്ചുകൊണ്ട് ഈ കുട്ടികളെ കണ്ടപ്പോ ആ വയസ്സൻ പുറത്തേക്ക് വന്നു. അപ്പൊ പറഞ്ഞു, കുട്ടികളെ നിങ്ങൾ ആരാണ്? അടുത്ത് ചോദ്യം തൊടുത്തുടൻ വെളിപ്പെടുത്തുവീൻ ഉമൈമൻ, നിങ്ങൾ ആരാണ്? അപ്പൊ ഈ കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ രാജാവിന്റെ മോനാണ്, ഒന്ന് ഞാൻ അവിടുത്തെ പൂജാരിയുടെ മോനാണ്, സൽമാനാണ്. ഈ വിവരം അറിയാൻ വേണ്ടി കുട്ടികളെ പോയതിനെ പറ്റി നമ്മുടെ കവി പാടുകയാണ്. അറിന്തിടാൻ മൊഞ്ചുടയവർ ബന്ദ്, നിറയുന്ന പുഞ്ചിരി മുന്നിൽ തെളിന്ത്, അടുത്ത ചോദ്യം തൊടുത്തുടൻ വെളിപ്പെടുത്തു വീണുമൈമൻ, അതുപടി അതരമീനു മധുവൊളുകിടുമൊളി ഉതിർത്ത ഏടനതായമൈകളിൽ തിരുത്ത് തരുപാത. അറിന്തിടാൻ മൊഞ്ചുടയവർ ബന്ദ്, നിറയുന്ന പുഞ്ചിരി മുനിയിൽ തെളിന്ത്, അടുത്ത് ചോദ്യം തൊടുത്തുടൻ വെളിപ്പെടുത്തു വീണുമൈമൻ, അതുപടി അതരമീനുതിരുമ മധു ഒളുകിടുമൊളി ഉതിർത്ത ഏടനതായമൈകളിൽ തിരുത്ത് തരുപാത. ആ വയസ്സനായ ഉസ്താദ്, നല്ല ശോഭയുള്ള മുഖമുള്ള വട്ടത്താടിയുള്ള വെളുത്ത നരച്ച താടിയുള്ള ആ ഉസ്താദ് ആ ചെറിയ കൊച്ചു ഷെഡിന്റെ ഉള്ളിലേക്ക്, ആ ഹൈമയുടെ ഉള്ളിലേക്ക് ഈ രണ്ട് മക്കളെയും കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് അദ്ദേഹം അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഓതുകയാണ്. ഇഞ്ചിയിലാണ് ഓതുന്നത്. അത് ഇവർക്ക് അറിയില്ലല്ലോ, ഈ കുട്ടികൾക്ക് അറിയില്ലല്ലോ. അദ്ദേഹം ഓതിക്കൊണ്ടിരിക്കുന്ന കിതാബിന്റെ പേരെന്ത്? ഗ്രന്ഥം ഏതാണ്? ഇഞ്ചീൽ, ഒറിജിനൽ ഇഞ്ചീൽ. അതായത് അള്ളാന്റെ റസൂലാണ് ആര്? ഈസാ നബി അലൈഹിസ്സലാം. അള്ളാന്റെ അബ്ദും അള്ളാന്റെ ദാസനും അള്ളാന്റെ റസൂലും പ്രവാചകരാണ് ആര്? ഈസാ അലൈഹിസ്സലാം എന്ന സത്യസന്ധമായ അടിത്തറയിൽ പടുത്തുയർത്തപ്പെട്ട ഇഞ്ചീൽ. ദൈവത്തിന്റെ മോനല്ല, അള്ളാന്റെ അബ്ദ്, അള്ളാന്റെ റസൂൽ, പടച്ചോന്റെ റസൂൽ ആര്? ഈസാ നബി അലൈഹിസ്സലാം. ആ ഈസാ നബിയുടെ മേൽ ഇറക്കപ്പെട്ട ഇഞ്ചീലാണ് ഈ ഉസ്താദിന്റെ കയ്യിലുള്ളത്. അപ്പൊ ഈ കുട്ടികൾ ചോദിച്ചു, അതരമീൻ ഉതിരും ആ മധു ഒളുകിടും ഒളി ഉതിർത്ത ഏടനതാ, നിങ്ങളുടെ കയ്യിലുള്ള കിതാബ് ഏതാണ്? ആ കിതാബ് ഏതാണ് എന്നീ കുട്ടികൾ ചോദിക്കുമ്പോ ചിരിത്ത് മറുപടി ശൈബ ഖിതാബായി. ആ ഉസ്താദ് പറയാണ്, ഷൈബ എന്ന് പറഞ്ഞാൽ ഗൾഫിലൊക്കെ പറയുന്നത്, ഷൈബ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വയസ്സൻ എന്നാണ്. ശരിക്കും ഷൈബ എന്ന് പറഞ്ഞാൽ വയസ്സനല്ല, അത് നരച്ച മുടിക്കാണ് ഷൈബ എന്ന് പറയാം. ആയിക്കോട്ടെ, ഏതായാലും ആട്ടെ. ഷൈബ ആ വയസ്സൻ പറയാണ്, ഈ കിതാബ് ഏതാണെന്നറിയോ? ജഗത്തിൻ അധിപതി, ഇഹത്തിൽ പ്രതിനിധി, അയത്തവൻ നമതിൽ. ജഗം ലോകത്തിനെ മുഴുവനും പടച്ചു പരിപാലിക്കുന്ന അള്ളാഹു, അവന്റെ പ്രതിനിധിയായി നമ്മളിലേക്ക് ഇറക്കിയ ഈസാ നബി. ആ ഈസാ നബിക്ക് അള്ളാഹു അവതരിപ്പിച്ച കിതാബാണ് ഇഞ്ചീലാണ്. ഇത് സത്യസന്ധമാണ്, ശരിയായ കിതാബാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാമിന്റെ മേലിൽ ഇറക്കിയ കിതാബിനെ പറ്റി ആ ഉസ്താദ് പറയുകയാണ്. എന്ത്? ചിരിത്ത് മറുപടി ശൈബ ഖിതാബായി, വിരുത്തി ബഹുമതി ഉടയ കിതാബാ, ജഗത്തിനധിപതി, ഇഹത്തിൽ പ്രതിനിധി, അയത്തവൻ നമതിൽ നെടുനാൾ, ജയമേശ നബി ഈസ തരുളരിലരുളിയ കലാമിദിഞ്ചീലാ സുരസുഖ സലാമത്തും ഇതിലാ. ആ ഉസ്താദ് പറയാണ്, മക്കളെ, ലോകത്ത് മുഴുവനും ശിർക്ക് വ്യാപകമായിട്ടുണ്ട്. ഈ ലോകങ്ങളെ മുഴുവനും പടച്ചവൻ ഏകനായ റബ്ബാണ്, അള്ളാഹുവാണ്. ഞങ്ങളെ, എന്നെയും നിങ്ങളെയും പടച്ചവൻ അള്ളാഹുവാണ്. ബഹ്റ്, പെരുത്ത ബഹ്റുകൾ, തൈർ മൃഗാദി ബഹ്റുകൾ, സമുദ്രങ്ങൾ, ആഴിയും ആഴക്കടലും കരയും ആകാശവും, തൈർ മൃഗാദി പക്ഷികളും പക്ഷിമൃഗങ്ങളെയും, അതുപോലെ തന്നെ തിറയിത്ത ജബലുകൾ. ജബൽ എന്ന് പറഞ്ഞാൽ എന്താ മോനെ അർത്ഥം? ജബൽ ക്യാ മാനാ ഹൈ?
ജബലി എന്ന് പറഞ്ഞു. അല്ലാ ആ മല, ആ കണ്ണടച്ച കുട്ടി നേരത്തെ തന്നെ ഉത്തരം പറയുന്ന കുട്ടിയാണ്. അല്ലാഹു തആല ഒരുപാട് ആൾക്കാർക്ക് നല്ല ഖൈറായ ഉത്തരം കൊടുക്കാൻ ആ കുട്ടിക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ആ മുതഅല്ലിമായ കുട്ടിക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങളെ പേരെന്താ മോനെ? നിങ്ങളാണ് ഉത്തരം പറഞ്ഞാൽ. ആ ചശ്മവാല നിസാമുദ്ദീൻ. ആ അതന്നെ, രണ്ടും ഒന്ന് തന്നെ. നിസാമുദ്ദീൻ ഖാജ വലിയുള്ളാന്റെ പേരുള്ള ആളാണ്. അൽഹംദുലില്ലാഹ്. ആ ബർക്കത്ത് കൊണ്ട് അല്ലാഹു കുട്ടിക്ക് അല്ലാഹു വലിയ ഇൽമു കൊടുക്കട്ടെ. തെറൈത്ത ജബലുകൾ നബത്ത് ലദാദി. നബത്ത് എന്ന് പറഞ്ഞാൽ സസ്യം, സസ്യലതാദികളെ പടച്ചവൻ അല്ലാഹുവാണ്, അല്ലാതെ തീയല്ല. പിന്നെന്തല്ല, ദക്കർ അല്ല. ചില ആൾക്കാർ ഇപ്പൊ ദക്കറാണ് ഇലാഹ് എന്ന് പറയുന്ന പോലെ ഉണ്ട്. ദക്കറിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ദക്കർ അല്ല, വേറെന്തെങ്കിലും അല്ല. ഖിത്തത്ത് അല്ല, ഫിർ അല്ല, ഒന്നുമല്ല ഇലാഹ്. ഈ ഉസ്താദ് പറയാണ്, പേരുത്ത ബഹറുകൾ തൈർ മൃഗാദി, തിറൈത്ത ജബലുകൾ നബത്ത് ലദാദി, പടൈത്ത പരനിൽ വന്നടുത്തിടാനുടനെടുത്തിടീനുങ്കൾ മനതുറപ്പണും തിങ്കത്തോതി പൊങ്കും വശിപ്പം തിട്ടതിൽ തങ്കാൻ ഖറാറോറ പീരേ ജഹന്നത്തിൻ ഹിറാറോശി പീരേ ചിരിത്ത് മറുപടി ശൈബ ഖിതാബായി ബിരുത്തി ബഹുമതി ഉടയ കിതാബ ജഗത്തിനധിപതി ഇഹത്തിൽ പ്രതിനിധി അയത്തവൻ നമദീൽ നെടുനാൾ ജയമനബി ഇസതരുളരിലരുളിയ കലാമിദിൻ ജീലാ സുരസുഖ സലാമത്തും ഇതിലാ പേരുത്ത ബഹറുകൾ തൈർ മൃഗാദി, തിറൈത്ത ജബലുകൾ നബത്ത് ലദാദി, പടൈത്ത പരനിൽ വന്നടുത്തിടാനുടൻ എടുത്തിടീനുങ്കൾ മനതുറപ്പണും തിങ്കത്തോതി പൊങ്കും വശിപ്പം തിട്ടതിൽ തങ്കാൻ ഖറാറോറ പീരേ ജഗന്നത്തിൻ ഹിറാറോശി പീരേ. ഈ ഉസ്താദ് പറഞ്ഞത് ഈ കുട്ടികൾക്ക് ശരിക്കാണ്ട് ബോധ്യമായി. അവര് ശരിക്ക് ഈമാൻ കൊണ്ട് കണ്ടോ. ഈമാൻ ആർക്കാണ് അല്ലാഹ് കൊടുക്കുക എന്ന് പറയാൻ പറ്റൂല. അല്ലാഹു നമ്മൾക്കൊക്കെ ഉറപ്പുള്ള ഈമാൻ നൽകണേ അല്ലാഹ്. ഉറപ്പുള്ള ഈമാനിൽ ഉറച്ചു നിൽക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ. ചൂടുണ്ട്, നാവ് പൊള്ളാൻ സാധ്യതയും ഉണ്ട്. അതിൽ അൽഹംദുലില്ലാഹ് ഈ വെള്ളം കൊടുത്തയച്ചവർക്ക് നാക്ക് പൊള്ളാത്ത വെള്ളം കുടിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ. അവർക്ക് വലിയ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ഏത് ഉസ്താദിന് പ്രസംഗിക്കുമ്പോൾ ചൂടുവെള്ളം കൊടുക്കണം നല്ല കാര്യമാണ്. പക്ഷെ കുറച്ച് ചൂട് ആറ്റിയതിന് ശേഷമാണ് ഫ്ലാസ്കിൽ ഒഴിക്കേണ്ടത് എന്ന് ആ പ്രിയപ്പെട്ട പെങ്ങളോട് ഞാൻ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ അറിയിക്കുക. അൽഹംദുലില്ലാഹ്. അപ്പൊ ചുരുക്കി പറയട്ടെ, എന്താണ് അവരെ വിശ്വാസം? ജല്ല ജലാലായ റബ്ബിനെ പറ്റി, ജല്ല ജലാലഹദിൽ നല്ലോണം ബന്ദി യഖീൻ, ഉറപ്പുള്ള ഈമാൻ, തെല്ലോളം ഇല്ലൊരു ശക്ക്, തീരെ സംശയമില്ല. ആ നിലക്കുള്ള ഉറപ്പായി ജഗം ഏതും തീർത്തവനെ, എല്ലാ ലോകങ്ങളും പടച്ചവനായ അള്ളാനെ പറ്റി ഈ രണ്ട് കുട്ടികൾക്ക് ഒരു 10 വയസ്സായിട്ടുണ്ടാവും അവരെ പ്രായം. നല്ല ഉറപ്പായ ഈമാൻ ഉണ്ടായി. അതാണ് ഇവിടെ കവി സിദ്ദീഖ് മുർഷിദി, അബു ആബദ് സിദ്ദീഖ് മുർഷിദി ഉസ്താദ് തൃശ്ശൂർ ജില്ലക്കാരൻ പാടുകയാണ്. ജല്ല ജലാലഹദിൽ നല്ലോണം ബന്ദി യഖീൻ, തെല്ലോളം ഇല്ലൊരു ശക്ക്, ജഗമേതും തീർത്തവനെ പകലും ഓർത്ത് മനം സകലം സിറായ ബശിക്ക്, സകലം സിറായ ബശിക്ക്. ആ രണ്ട് കുട്ടികളെ മനസ്സിലും ഈ ഒരു ഈമാൻ ഉറച്ച് രാജകൊട്ടാരത്തിൽ രണ്ടുപേരും തിരിച്ചു വന്നു. പക്ഷെ ഇവരെ ഖൽബിൽ ഈമാൻ ഉണ്ട്. പക്ഷേ സകലം സിറായ ബശിക്ക്. സിറ് എന്ന് പറഞ്ഞാൽ എന്താ മോനെ നൈസാമേ? സിറ് എന്ന് പറഞ്ഞാൽ സ്വകാര്യം. വളരെ സ്വകാര്യമായി, വളരെ രഹസ്യമായി അവർ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുകയാണ്. അവർ അള്ളാഹുവിന്റെ റസൂലായിരിക്കുന്ന ഈസാ നബിക്ക് വേണ്ടിയിട്ട് അവര് ദുആ ചെയ്യാണ്. എങ്ങനെയാണ്? സിറായ ബശിക്ക്. ബശി എന്ന് പറഞ്ഞാൽ വഴി. സിറായ രൂപത്തിൽ അവർ ജീവിക്കും.
ജീവിക്കുകയാണ്. ഇടക്കിടക്ക് അവർ ചെല്ലും ഗുരു സവിധം ഈ ഉസ്താദിന്റെ അടുക്കൽ, ഷെയ്ഖിന്റെ അടുക്കൽ വളരെ സ്വകാര്യമായി ഞങ്ങളൊന്ന് നായാട്ടിന് പോകട്ടെ എന്ന് ബാപ്പാനോടും ഉമ്മാനോടും സമ്മതം ചോദിച്ചിട്ട് നായാട്ടിന് എന്ന പേരിൽ അവർ പുറത്തിറങ്ങിയിട്ട് ഈ ഉസ്താദിന്റെ അടുക്കൽ ചെന്ന് ഇങ്ങനെ ഇടക്കിടക്ക് പോകും വരും പോകും വരും. എന്തിനാ പോണത്? ഇഞ്ചിയിൽ പഠിക്കാൻ വേണ്ടി പോവാണ്. ഈസാ നബി അലൈഹിസ്സലാം പഠിപ്പിച്ച അധ്യാപനങ്ങളും പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ പോയി പോയി കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും 4-5 കൊല്ലം പോകുന്നു വരുന്നു. ആരും അറിയുന്നില്ല. ഈ കുട്ടികൾക്ക് വയസ്സ് 14 കഴിഞ്ഞു, 15ലേക്ക് എത്തുകയാണ്. അപ്പോഴൊന്നും ആരും അറിയില്ല. ഇവരിങ്ങനെ നല്ല നായാട്ടുകാരാണ്. ഇടക്കിടക്ക് നായാട്ടിന് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും ചെയ്യും. നായാട്ട് ചെയ്തിട്ട് എന്ത് കൊണ്ടുവരും? വല്ല മാനിനെയൊക്കെ കൊണ്ടുവരികയും ചെയ്യും. അപ്പൊ ബാപ്പാക്കൊന്നും സംശയമൊന്നുമില്ല. കണ്ടോ, അങ്ങനെ നാളുകൾ ഇങ്ങനെ നീങ്ങുകയാണ്. ജല്ല ജലാലഹദിൽ നല്ലോണം ബന്ദ് യഖീൻ തെല്ലോളം ഇല്ലൊരു ശക്ക് ജഗമേതും തീർത്തവനെ പകലും ഓർത്ത് മനം സകലം സിറായ ബശിക്ക് സകലം സിറായ ബശിക്ക് ചെല്ലും ഗുരു സവിധം കൊല്ലും അറിന്ത് മതം മെല്ലെ സമാനും അകന്ത് ചേരാനായി നല്ല കോതി ആരാധ്യൻ അല്ലാ മതി ആരാമ ചേലുമികന്ത് ആരാമ ചേലുമികന്ത് ചെല്ലും ഗുരു സവിധം. ഉസ്താദിന്റെ അടുത്ത് ഇടക്കിടക്ക് പോകും. കൊല്ലും അറിന്ത് മതം, അള്ളാന്റെ ദീനാകുന്ന അള്ളാന്റെ മതത്തിനെ പറ്റി അറിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ മെല്ലെ സമാനും അകന്ത് കാലം 4-5 കൊല്ലം കടന്നുപോയി. അങ്ങനെ കടന്നുപോയപ്പോൾ ചെറിയ ചെറിയ പുതിയ സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. എന്തൊക്കെയാണ് ആ സംഭവം? ചെല്ലും ഗുരു സവിധം കൊല്ലും അറിന്ത് മതം മെല്ലെ സമാനും അകന്ത് ചേരാനായി നല്ല കോതി ആരാധ്യൻ അല്ലാ മതി ആരാമ ചേലുമികന്ത് ആരാമ ചേലുമികന്ത് നാളൊന്നില കസറിൽ ആളേറെ ഉണ്ടശകിൽ നീളെ കടന്ന് വരുന്ന് നാടൈ പരിത്തിടുവോൻ ആടെ ഒരുക്കി തുതി നേടാൻ കോദ്യത്ത് വീരുന്ന് നേടാൻ കോദ്യത്ത് വീരുന്ന്. ഒരു 5 years بعد 5 سنين 5 കൊല്ലം കഴിഞ്ഞപ്പോ ഒരു സംഭവം ഉണ്ടാവുകയാണ്. എന്താ സംഭവം? നാളൊന്നിൽ ആ ഖസറിൽ ആളേറെ ഉണ്ട്. കുറെ ആളുകൾ ഇങ്ങനെ വരികയാണ് ആ കൊട്ടാരത്തിലേക്ക്. എന്താ സംഭവം എന്നറിയോ? നീളെ കടന്നു വരുന്ന വലിയ വലിയ VIP-കൾ, വലിയ വലിയ തടിമാടന്മാർ, വലിയ വലിയ ആൾക്കാര് കുതിരപ്പുറത്തൊക്കെ ഇങ്ങനെ വരിക. എന്തിനാണെന്നറിയോ? എന്താ വരാൻ കാര്യം? നാടൈ ഭരിച്ചിടുവോൻ ആടെ ഒരുക്കി തുതി നേടാൻ കൊതിത്ത് വിരുന്ന്. ഒരു വിരുന്ന് നാട്ടുകാർക്ക് മുഴുവൻ ഒരു വിരുന്നുണ്ടാക്കിയിട്ടുണ്ട്. ഒരു വലിയൊരു പാർട്ടി, ഒരു വലിയ സദ്യ ഒരുക്കിയിട്ടുണ്ട് രാജാവ്. അതാ സംഭവം. അതിനുവേണ്ടി ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ക്ഷണുണ്ട്. ഒന്നിന് രാജാവിന്റെ മോനല്ലേ, പിന്നെ പറയേണ്ടതില്ലല്ലോ, വീട്ടുകാരനല്ലേ. ഒന്ന് രാജാവിന്റെ വീട്ടുകാരനാണ്, ഒന്ന് രാജാവിന്റെ പ്രിയപ്പെട്ട പൂജാരിയുടെ മകനുമാണ്. അവരും ആ രാജകൊട്ടാരത്തിലുണ്ട്. എല്ലാരും തീൻമേശയിലേക്ക് ഇങ്ങനെ വരുമ്പോൾ കോളിൽ വരുന്ന ഫളൽ ആളും ളുയുഫുകുളം ഓളം നിറയ്ത്ത് സഭയിൽ കോടന്മാരുണ്ട് തടി മാടന്മാർ പെണ്ടികളും ആട അണിന്ത് ഗമയിൽ ആട അണിന്ത് ഗമയിൽ എല്ലാരും ഉണ്ട്. പക്ഷെ വീട്ടുകാരനായ രാജാവിന്റെ മകനും ഇല്ല. രാജാവിന്റെ പ്രിയപ്പെട്ട പൂജാരിയുടെ മോനായ സൽമാനും ഇല്ല. കണ്ടോ? അപ്പൊ ഉമയ്ക്കൂട എന്താണ് സൽമാനെ വരാത്ത? വിളിച്ചുകൊണ്ടുവാ. എന്താ? എന്റെ മോന് പടച്ചോനെ, ദൈവമേ, ഈ ദൈവമേ, അഗ്നി ദേവകന്മാരെ, എന്റെ മോനിക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് വിചാരിച്ച് നോക്കുമ്പോ റൂമിന്റെ ഉള്ളിൽ 2 പേരും ഉണ്ട്. അതിൽ സൽമാനുണ്ട്, രാജാവിന്റെ മോനുണ്ട്.
അപ്പൊ ചെന്നപ്പോ എന്താ നിങ്ങൾ വരാത്ത? വാടാ മോനെ, എന്റെ പൊന്നു മോൻ എന്തെങ്കിലും പറ്റിയോ? വാപ്പ ചോദിക്കുകയാണ്, രാജാവ് ചോദിക്കുകയാണ് മോനോട്. അപ്പൊ സൽമാന്റെ വാപ്പയും വന്നിട്ടുണ്ട്, എന്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നോക്കുമ്പോ ഇവര് രണ്ടുപേരും പറയാണ്, ഉമയ്ക്കൂടെ ഉണ്ടിടുവാൻ യമൈ രണ്ടും ബന്ധിടുക, നിങ്ങളുടെ കൂടെ ആഹാരം കഴിക്കാൻ ഞങ്ങൾ വരില്ല. സമതാണ് ഹക്ക്, സമതായ റബ്ബിനെ തന്നെ സത്യം, ഞങ്ങൾ വരൂല. എന്താ പ്രശ്നം? നിങ്ങൾക്ക് എന്താ തലവേദന ഉണ്ടോ? കൈവേദന ഉണ്ടോ? കാലുവേദന ഉണ്ടോ? നടുവേദന ഉണ്ടോ? അപ്പൊ പറയാ, ഉന്നാമതിന് സബബ് നന്നായതില്ല അറവ്, നിങ്ങൾ അറുത്ത് ഞങ്ങൾ കഴിക്കൂല. നിങ്ങൾ അറുത്ത മൃഗത്തിനെ കഴിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല, അത് ഹലാലല്ല. നിങ്ങൾ അർത്ഥത് ഞങ്ങൾ കഴിക്കൂല എന്ന് പറഞ്ഞപ്പോ രാജാവിന് എന്ത് ശൈത്താനാണ്, എന്ത് പിശാച്ചാണ് ഈ രണ്ടു മക്കളെ തലയിൽ വന്ന് പെട്ടത്? എന്താടാ നിങ്ങൾ പറഞ്ഞത്? ഞങ്ങൾക്ക് എന്താ വല്ല ഭ്രാന്തുവായടാ? ഞങ്ങൾക്ക് ഭ്രാന്തല്ല, ഞങ്ങൾക്കാണ് ശരിയായ ബുദ്ധിയുള്ളത്. ഈ രണ്ട് കൊച്ചുകുട്ടികൾ 15-16 വയസ്സുള്ള കുട്ടികൾ പറയാണ്, ഉമൈക്കൂടെ ഉണ്ടിടുവാൻ യമൈ രണ്ടും ബന്ധിടുക, സമതാണ് ഹക്ക് ഇത് കേൾ, സമതാണ് ഹക്ക് ഇത് കേൾ. ഉന്നാമതിൻ സബബ് നന്നായതില്ലറവ്, തിന്നാൻ ഇതല്ല ഹലാല്, തിന്നാൻ ഇതല്ല ഹലാല്. ഇതിങ്ങോട്ട് കേട്ടപ്പോ രാജാവിന്റെ കൂടെ രാജാവിന്റെ പരിവാരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ അങ്ങനെ വിറക്കുകയാണ്, എന്താണ് ഈ കുട്ടികൾക്ക് പറ്റിയത്? അവരൊക്കെ പേടിച്ച് വിറക്കുകയാണ്. രാജാവിന്റെ സ്വന്തം മകനോ ഇങ്ങനെ പറയുകയോ? ഹിമ്മത്തിൽ അപ്പൊഴുതിൽ ഇമ്മട്ടിൽ എമ്പുവതിൽ, ഹിമ്മത്തിൽ ഭയങ്കര വലിയ മനക്കരുത്തോടുകൂടി, അതിന് അറബിയിൽ ഹിമ്മത്ത് എന്ന് പറയാം, ഹിമ്മത്തോടുകൂടി അപ്പൊഴുതിൽ ആ സമയത്ത് ഇമ്മട്ടിൽ എമ്പുവതിൽ ഇങ്ങനെ പറയാനുള്ള ധൈര്യം നൽകിയത് ഈമാനാകുന്ന വിശ്വാസമാണ്. അത് തന്നെയാണ് ഇവിടെ മഹദറത്തുൽ ബദരിയ ചെല്ലുന്നില്ലേ? ബദരീങ്ങള് 300 ചില്ലുവാനം വരുന്ന ബദരീങ്ങള്, 1000-ഓളം വരുന്ന സമുദ്ര സമാനമായ സർവായുധ വിഭൂഷിതരായ സർവസജ്ജരായ പടയാളികളോട് പടപൊരുതാൻ നിരായുധരായ ഒരു ആയുധവും ഇല്ലാത്ത വെറും 8 വാള് മാത്രം പിടിച്ചിട്ട് ബദരീങ്ങൾ വന്നതിന്റെ ചേതോ വികാരം യഥാർത്ഥ ഈമാനാണ്. അതാണ് ഇവിടെ കവി പാടുന്നത്. ഹിമ്മത്തില പൊളുതിൽ ഇമ്മട്ടിലെമ്പുവതിൽ, ഹമ്മത്തി അപ്പരിശത്തിൽ, ഹമ്മെത്തി അപ്പരിശത്തിൽ, ഹിതമറ്റ് സർവജനം ചൊടിപറ്റി നിണ്ടവിടം ഇടിവെട്ട് കൊണ്ട് തരത്തിൽ, ഇടിവെട്ട് കൊണ്ട് തരത്തിൽ. ജനങ്ങളൊക്കെ എങ്ങനെയാണെന്നറിയോ? ഇടിവെട്ട് കൊണ്ട തരത്തിൽ ഇടിയേറ്റ പോലെ അങ്ങനെ തരിച്ചു നിൽക്കുകയാണ്. അപ്പോഴാണ് എന്താണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് വല്ല അസുഖമുണ്ടോ? ഒരു അസുഖമില്ല വാപ്പ. രാജാവിന്റെ മകൻ ഇങ്ങനെ പറയുമ്പോ രാജാവ് ഇങ്ങനെ ഗർജിക്കുകയാണ്, ദേഷ്യം വന്നിട്ട്. അതുപോലെ പൂജാരിക്കാണെങ്കിൽ ഭയങ്കര അരിശം വന്നിട്ട് അവര് പറയാ, ഒള്ളിത്തീടാ ദുരത്തോ. ശരിക്കും പറയടാ, മൻ പഠിപ്പിത്തി വിശാരം, ആരടാ നിങ്ങൾക്ക് ഈ വൃത്തികെട്ട ആശയം, ഈ ആദർശം പഠിപ്പിച്ചത് ആരടാ? സ്വന്തം ബാപ്പമാര് ചോദിക്കുകയാണ്, ഈ വൃത്തികെട്ട ആശയം പഠിപ്പിച്ചത് ആരടാ? സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിൽ മുറുകെ പിടിക്കണം എന്ന ആശയം നമ്മളെ ഉസ്താദുമാര് പറഞ്ഞപ്പോ ഒരു കാലത്ത് നമ്മുടെ മക്കൾ ചെറുപ്പക്കാര് പലരും ഈ നാട്ടിലുള്ള കുട്ടികളായിരുന്നവർ അടക്കമുള്ളവർ ആ ആശയത്തിൽ ഉറച്ചു നിന്നപ്പോ ബാപ്പമാര് ചോദിച്ചിട്ടുണ്ട്, അല്ലാഹു തആല നമ്മളെ ബാപ്പമാർക്കൊക്കെ പുറത്തു കൊടുക്കണേ അല്ലാ, മരണപ്പെട്ടവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും പുറത്തു കൊടുക്കണേ അല്ലാ, ഞങ്ങളെ മാതാപിതാക്കൾക്ക് വലിയ ഖൈർ നൽകണേ അല്ലാ, ഈ പരിപാടിക്ക് വേണ്ടി സഹകരിക്കുന്നവർക്ക് വലിയ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഈ രാജാവും പൂജാരിയും പറയുകയാണ്, ഒളിത്തീടാ ദുരത്തോമൻ പഠിപ്പിത്തി ബിശാരം, ഒരു നാടും വിടൂലനാൻ ബിരുത്താമലി നിസാരം. പറയടാ, ആരാടാ നിങ്ങൾക്ക് ഇത് പഠിപ്പിച്ചത്? നിങ്ങളെ ഉസ്താദ് ആരടാ? അപ്പോഴോ അവര് അടിച്ചു 2 മക്കളെയും. അവസാനം പറയേണ്ടി വന്നു, ഞങ്ങൾക്ക് പഠിപ്പിച്ചത് ഒരു ഉസ്താദാണ്. ഏത് ഉസ്താദാണ്? എവിടെയാണുള്ളത്?
അത് ശരി, നിങ്ങൾ ആ ഉസ്താദിനെ കാണാൻ എത്രയും കാലം പോയതില്ലേ? ആ ഉസ്താദിനെ കാണിച്ചു തരാതെ വിടൂലാന്ന് പറഞ്ഞ് രണ്ടാളെയും കൈ ആമം വെച്ച് കൊച്ചുകുട്ടികളല്ലേ, 15 വയസ്സുള്ള കുട്ടികളെ കൊണ്ടു. എവിടെയാണുള്ളത്? അത് ഇന്ന സ്ഥലത്താണ്, കാട്ടിലാണെന്ന് പറഞ്ഞു. ആ കാട്ടിലേക്ക് അതാ കൊണ്ടുപോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കാട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പൊ ഈ രാജാവിന്റെ മകനെയും ബഹുമാനപ്പെട്ട സൽമാൻ എന്ന മോനെയും കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോയി അവസാനം ഉസ്താദിനെ കാണിച്ചു കൊടുക്കേണ്ടി വന്നു. ഇഞ്ചിയിൽ പഠിച്ച ആലിമായ, തൗറാത്ത് പഠിച്ച വലിയ പണ്ഡിതനായ ആ ഉസ്താദിനെ കാണിച്ചു കൊടുക്കേണ്ടി വന്നു. അപ്പൊ ചെന്ന് നോക്കുമ്പോ, ഉസ്താദിന്റെ മുമ്പിലേക്ക് ചെന്ന് നോക്കുമ്പോ, ഉരത്തിലായി ബലിത്തുങ്കൊണ്ടരശങ്കണത്ത് ഉടൻ എത്തി വിധിത്തൂരും കടത്തിടാൻ പുറത്ത്. രാജാവിന്റെ ഓർഡർ വന്നു. എന്ത്? ഉരത്തിലായി ബലിത്തും കൊണ്ട് അരശന്റെ അങ്കണത്ത്, അരശന്റെ അങ്കണത്തിലേക്ക്, രാജാവിന്റെ ദർബാറിലേക്ക് ഈ ഉസ്താദിനെ കെട്ടിവലിച്ചു കൊണ്ടുവന്നു. രാജാവിന്റെ ഓർഡർ വന്ന് ഉടൻ എത്തി വിധിത്ത് ഊരും കടത്തിടാൻ. ഈ നാട്ടിൽ ഇയാളെ ഇനി വെക്കാൻ പാടില്ല, ഒരുപാട് അകലുള്ള ഏതോ നാട്ടിലേക്ക് ഇയാളെ നാട് കടത്തണം എന്ന ഓർഡർ വന്ന്. അപ്പൊ ഉസ്താദ് പുഞ്ചിരിച്ചുകൊണ്ട്, ആ സൂഫി വര്യനായ മഹാനായ ശൈഖിന് ഒരു പ്രശ്നമില്ല. കാരണം അവർ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരാണ്. ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനു തറാ മാ ലാ യറാഹു നാദിറൂന. അവർക്ക് ദുനിയാവിന്റെ പണം, ദുനിയാവിന്റെ ആർത്തി, ദുനിയാവിന്റെ വലിയ രാജദർബാറുകൾ, അഹങ്കാരങ്ങൾ, ആധിപത്യങ്ങൾ, അതൊന്നും ഔലിയാക്കൾക്ക് പ്രശ്നമില്ല. അതേ അവര് ദുനിയാവിനെ ഒഴിവാക്കിയവരാണ്. അതല്ലേ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ രാജകൊട്ടാരത്തിൽ നിന്ന് എനിക്ക് ഭരണം വേണ്ട, ഞാനൊരു സൂഫിയായി ജീവിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ബൽഖ് എന്ന് പറയുന്ന വിശാലമായ രാജ്യത്തിന്റെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയില്ലേ? ആരാമോനെ ഇറങ്ങിപ്പോയത്? ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. ബൽഖിലെ ഇബ്രാഹിം അദ്ഹമിൽ റളിയല്ലാഹു 18 രാജ്യം വിട്ടത പുറപ്പെടുന്നേ. കരുനാഗപ്പള്ളിയിലെ ശുഹദാക്കന്മാര് അവരല്ലാന്റെ ദുനിയാവിൽ ആസ്വദിച്ചവരല്ല. ആലിമീങ്ങൾ, പഴയകാലത്തെ പണ്ഡിതന്മാരും ദുനിയാവിനോടുള്ള ആർത്തി കൊണ്ട് ജീവിച്ചവരല്ല. എവിടെയുള്ള സ്ഥലമാണത്? അത് ഇറാഖിൽ ഉള്ള സ്ഥലമാണ്. ആ മൗസിലിലേക്ക് നിങ്ങൾ വരൂ എന്ന് ഉസ്താദ് പറയുകയാണ്. വരൂ മൗസിലിലേക്ക് നിങ്ങൾ വരൂ എന്ന് ഉസ്താദ് പറയുകയാണ്. വരൂ മൗസിൽ ഇസ്മാൽ, വരൂ മൗസിൽ ഇസ്മാലുൾ ഡോരോ ദേശം ഇറാഖിൽ ബല്ലദങ്കേ നവർത്തിടാം ഉമൈക്കന്നെ ഹഖീഖിൽ ഹഖീഖത്തും ഒളിന്തവർ നടന്നെങ്ങോ മറയുന്നത് ഹസിനായേ ഫത്താരണ്ടിൽ മീളി പാടേ നിറയുന്നത്. ഹഖീഖത്തും ഒളിന്തവർ നടന്ന എങ്ങോ മറഞ്ഞ് ആ ഉസ്താദ് നടന്ന് അങ്ങനെ പോയപ്പോൾ ഹസീനായ ഫത്ത, ഹസീൻ എന്ന് പറഞ്ഞാൽ ദുഃഖം ഉള്ള ആള് എന്നതിന്റെ അർത്ഥം. ഫത്ത എന്ന് പറഞ്ഞാൽ ബാല്യക്കാരൻ, യുവാവ് എന്നർത്ഥം. ഫത്ത രണ്ടിൽ, ഈ രണ്ടുപേരും, ഈ രണ്ട് ഹസീനായ ഫത്ത, രണ്ട് യുവാക്കൾ. കാരണം പ്രായപൂർത്തിയായിട്ടുണ്ടല്ലോ, 15 വയസ്സ് കഴിഞ്ഞല്ലോ, ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ യുവാവായിട്ടുണ്ട്. ഹസീനായ ഫത്ത രണ്ടിൽ, ഈ രണ്ട് ചെറുപ്പക്കാർക്കും വലിയ ദുഃഖമായി. മിളി പാടേ നിറയുന്നത്, കണ്ണിൽ നിന്ന് കണ്ണീര് വന്ന് അവരിങ്ങനെ കരയാണ്. ആ രണ്ട് കുട്ടികൾ ഹഖീഖത്തും ഒളിന്തവർ നടന്നെങ്ങോ മറഞ്ഞ് ഹസീനായേ ഫത്താരണ്ടിൽ മിളി പാടേ നിറയുന്നത്. ഈ രണ്ട് കുട്ടികളെയും ജയിലിലിട്ടതിന് ശേഷം അവരെ അവധിയായപ്പോ, രാജാവ് ജയിലിലിട്ടെങ്കിലും പിന്നീട് അവധിയായപ്പോ മോചനം നൽകിയപ്പോഴ്
എന്തായി? ഭോജനം നൽകിയതല്ല, അടിമയായിരിക്കുന്ന ഒരാളുണ്ടായിരുന്നു അവിടെ കൊട്ടാരത്തിൽ, സൽമാന്റെ കൊട്ടാരത്തിൽ. സൽമാന്റെ ബാപ്പാന്റെ ഒരു അടിമ. ആ അടിമക്ക് ഈ സൽമാനോട് വലിയ സ്നേഹമാണ്. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ അടിമയുടെ സഹായത്താൽ രക്ഷപ്പെട്ടതാണ് ആര്? സയ്യിദുനാ സൽമാൻ റളിയല്ലാഹു തആല. അങ്ങനെ രക്ഷപ്പെട്ട് വളരെ ചുരുക്കി ഞാൻ പറയാണ്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ മൗസിലിൽ ചെന്നു. ഈ രണ്ട് കുട്ടികളും മൗസിലിൽ ചെന്ന്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, പിന്നെ ഒരുപാട് കാലം ലോകം മുഴുവനും ഇറാഖിലും ഇറാനിലും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ചുറ്റി സഞ്ചരിച്ചു. ലോകത്ത് എത്ര നൂറ്റാണ്ടുകൾ ജീവിച്ച, 3 നൂറ്റാണ്ടിലധികം ജീവിച്ച ഒരു മഹാനാണ് ആര്? സയ്യിദുനാ സൽമാൻ. അവരെ ചരിത്രങ്ങൾ ഫുള്ളായിട്ട് അവരെ ജീവിതം പറയാനുണ്ട്, പക്ഷേ ടൈമില്ലല്ലോ. ഒരു 2 ദിവസമെങ്കിലും പറയേണ്ട വിഷയമാണിത്. പക്ഷേ 2 ദിവസം ഇവിടെ പറയാൻ ടൈമില്ല. നാളെ നമുക്ക് വജീനം കൊടുക്കപ്പെടുന്ന ദിവസമാണ്. അല്ലാഹുവേ, നാളെ ദിക്ർ ദുആന്റെ മജ്ലിസാണ്. വലിയ ബറക്കത്ത് നൽകണം അല്ലാഹ്. ബഹുമാനപ്പെട്ട സൽമാൻ ഈ പറയുന്ന ഉസ്താദ് ജീവിക്കുന്നത് വഫാത്താകുന്നത് വരെ അവിടെ തന്നെ ജീവിച്ചു. അതിനുശേഷം വേറെ പല ഉസ്താദുമാരടുക്കലും ജീവിച്ചു. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അതാ സൽമാൻ തങ്ങൾ പല സ്ഥലത്തും ഇങ്ങനെ ജീവിക്കുകയാണ്. അതിന്റെ ഇടയിലാണ് ജീവിച്ച് 10-200 വയസ്സ് സുമാറായിട്ടുണ്ടാവും. ഞാൻ വളരെ ചുരുക്കി പറയാം. എത്ര വയസ്സ്? 200 വയസ്സ് ജീവിച്ചിട്ടുണ്ടാകും. അപ്പൊ എന്തായി? മക്കത്തന്നാലത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദുനാ സൽമാൻ റളിയല്ലാഹു അൻഹു മക്കത്തന്നാലത്തിൽ ഒക്കെ സാബോരാം മുത്ത് മഹ്മൂദു രത്നാസിൽ അഹദാം മന്നനിൽ മാത്രം വനക്കം യണ്ടാർ. മക്കത്തുദിച്ചു ആര്? മുഹമ്മദ് മുസ്തഫ. മക്കത്തെന്ന ആലത്തിൽ ഒക്കെ സബബോരാം മുത്ത് മഹ്മൂദ്. അതേ ഭൂമിയെയും ആകാശത്തിനെയും ചന്ദ്രനെയും സൂര്യനെയും സൗരയൂഥങ്ങളെയും ബുധനെയും ശുക്രനെയും യുറാനസിനെയും നെപ്റ്റൂണിനെയും പ്ലൂട്ടോയെയും ഗാലക്സികളെയും അതിന്റെ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ മുഴുവനും പടക്കാൻ കാരണക്കാരൻ ആരാണ്? മുഹമ്മദ് മുസ്തഫ. ഹബീബായ തങ്ങളെ കാണാൻ ഞങ്ങൾക്ക് സൽമാനുൽ ഫാരിസി തങ്ങൾ കണ്ടതുപോലെ കാണാൻ കൈപിടിക്കാൻ തൗഫീഖ് ചെയ്യണം അല്ലാഹ്. നമ്മളെ മൻസൂർ ഉസ്താദ് വരുന്നുണ്ട് അല്ലേ? പെണ്ണുങ്ങളെ ഭാഗത്ത് ആദ്യം പോയിക്കോളെ, അതാണല്ലേ? ആയിക്കോട്ടെ. പ്രിയപ്പെട്ട സഹോദരിമാരുടെ ഭാഗത്തിലെ ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല. ആര് പോയാലും കുഴപ്പമില്ല. ഞാൻ മൻസൂർ പോവാന്ന് പറഞ്ഞാൽ മൻസൂറിന്റെ പകരക്കാരായ ആൾക്കാർ പോകുന്ന അർത്ഥം അതന്നെ. ഇവിടെ ഇപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു, ഞങ്ങൾക്ക് അടിപ്പാത കിട്ടിയത് ഫുലാനുബിന് ഫുലാനെ കൊണ്ടാണ്. അത് അയാളൊരു വാക്കുകൊണ്ടാണ്. അത് ചെയ്യുന്ന ആൾക്കാരൊക്കെ വേറെ പലരും എന്ന് പറഞ്ഞ മാതിരിയാണ്. അല്ലാഹു തആല ബറക്കത്ത് നൽകുമാറാകട്ടെ. പടച്ചോനെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, ഇത് ബറക്കത്തുള്ളൊരു സദസ്സാണ്. അത് എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്ക് അനുഭവമല്ലേ? ഏത് മുറാദ് ഹാസിലാകാൻ വേണ്ടി ആരെന്ത് നേർച്ചയാക്കിയാലും മഹദറത്തുൽ ബദരിയയിലേക്ക് ഭക്ഷണം കൊടുത്തവർക്ക് പല ഉപകാരങ്ങളും പല നേട്ടങ്ങളും പടച്ച റബ്ബ് നൽകിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നല്ല നിയ്യത്തോടെ ഖാലിസായ കരുത്ത് കൊണ്ട് വിളിത്ത് മൻ ബദരിങ്ങളാ ഹാദിറുണ്ട് വിടത്തിലും തൻ മുറാദ് പോൽ ക്ഷണം ഹാസില. ഖാലിസായ കരുത്തുകൊണ്ട് നല്ല ഉദ്ദേശത്തോടെ ഒരാള് ബദരീങ്ങളെ വിളിച്ചാൽ ബദരീങ്ങളെ പേരിലുള്ള നേർച്ചയിലേക്ക് മഹദറത്തുൽ ബദരിയയിലേക്ക് ഒരു 20 രൂപ 50 രൂപ 100 രൂപ ഇട്ടുകൊടുത്താൽ അതിന് വലിയ ഫലമുണ്ട്. ഖാലിസായ കരുത്തുകൊണ്ട് വിളിത്തുമൻ ബദരീങ്ങളാ ഹാദിറുണ്ട് എവിടത്തിലും ബദരീങ്ങളെ സഹായം, അവരെ റൂഹിന്റെ ഒരു സാന്നിധ്യം എല്ലാ സ്ഥലത്തും ഉണ്ടാവും. അത് അല്ലാഹു ഖുർആനിൽ പറഞ്ഞതല്ലേ? അല്ലേ? അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? അമ്പിയാക്കന്മാരെ സ്നേഹിച്ചാൽ അമ്പിയാക്കന്മാരുടെ ആത്മീയമായ സാന്നിധ്യം ഉണ്ടാകും. ആര് പറഞ്ഞു? അല്ലാഹു പറഞ്ഞു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യുതിഇല്ലാഹ വർ റസൂൽ فأولئك
فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا صدق الله عز وجل سبحانه وتعالى. അല്ലാഹ് പറഞ്ഞതാ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയീന, നബിമാരുടെ കൂടെയാകും നബിമാരെ സ്നേഹിച്ചവർ, വസ്സിദ്ദീഖീന, സിദ്ദീഖീങ്ങളുടെ കൂടെയാകും, വശുഹദാ, ബദർ ശുഹദാക്കളുടെ കൂടെയാകും. ആ ശുഹദാക്കളുടെ സഹായം റൂഹ് നമ്മളെ കൂടെ ഉണ്ടാവും. അതതിന്റെ അർത്ഥം. മഅ എന്ന് പറഞ്ഞാൽ അതെവിടെ? മഹ്ശറിൽ മാത്രം അവിടെ ഉണ്ടോ? ഇല്ല. ആഖിറത്തിൽ മാത്രമാണ് ബദരീങ്ങളെ സഹായം ഉണ്ടാകുക, അംബിയാ മുർസലീങ്ങളെ സഹായം ഉണ്ടാകുക അവിടെ ഉണ്ടോ? ഇല്ല. എല്ലായിടത്തും എപ്പോഴും പ്രത്യേക ഖൈദൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ നാട്ടിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പുതുശ്ശേരി കോട്ട എന്ന് പറയുന്ന ഈ നാട്ടിലും ഉണ്ടാകും ബദരീങ്ങളെ ഒരു സാന്നിധ്യം. അതുകൊണ്ട് അല്ലാഹു തൗഫീഖ് നൽകണേ. അല്ലാഹ് ആലത്തിന് മുഴുവൻ കാരണക്കാരനായ മുത്ത് മുഹമ്മദ് മുസ്തഫ മക്കത്തന്നലത്തിനൊക്കെ സബബോരം മുത്ത് മഹ്മൂദുരത്ത് നസിൽ മാസിൽ അഹദാം മന്നാനിൽ മാത്രം വാനക്കം ീട്ട് ഹയ്യറായി അമ്പേ നാൾ പൊയ്യം നോദി ലോകർ ഖലാഖിൻ തൂദേ തുഷിത്ത് ബീട്ടാർ ഇക്കണ്ടേ നാൾകൾ മിക്കും നാമൈകൾ ഈശരെ പാടെ ഒശിത്തും കൊണ്ട് ബാളാൻ ഇല്ലണ്ട മീക്കുല്ലും അണ്ടൂരത്താർ മക്കത്തന്നാലത്തിന് ഒക്കെ സബബോരാ മുത്ത് മഹ്മൂദുരത്ത്. മക്കത്ത് വെച്ച് റസൂലുള്ളാഹ് പറയാണ് ജനങ്ങളോട്. എന്ത് പറഞ്ഞ്? നാസിൽ. നാസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളോട്. ഇതൊക്കെ അറബി വേർഡുകളാണ്. എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് ഞാൻ പറയുന്നു, അറബി ഭാഷ പഠിക്കണം. ഗൾഫിൽ പോയാലും നല്ലതാണ്, സ്വർഗത്തിൽ ചെന്നാലും ഞമ്മക്ക് പറയാനുള്ള ഭാഷ ഏതാണ്? അറബി ഭാഷ ആണ്. നാസ് എന്ന വാക്ക് നമ്മൾ എപ്പോഴും ഓതുന്നതല്ലേ അല്ലേ? നാസ് എന്നുള്ള വാക്ക് അല്ലേ? നാസ് എന്ന് പറഞ്ഞാൽ എന്താ മോനെ അർത്ഥം? നിസാം ഉസ്താദ് എന്താ അർത്ഥം? നാസ് മോനെ, ഈ കുട്ടികൾക്ക് നാസ് എന്നുള്ള വാക്ക് ഖുർആനിൽ അറിയോ? നാസ് അറിയോ? നോദിക്കാം. ഇവിടെ വന്ന ആ കുട്ടിയാണ്, നല്ല കുട്ടിയാണ്. പഠിച്ചോനെ ആരെ നാസ് എന്നുള്ള ആദ്യം പറഞ്ഞ ആരാ? നീയാ പറഞ്ഞത്? ഇങ്ങോട്ട് വാ. بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അല്ലാഹ് നമ്മളെ ഉസ്താദിന്റെ ഫضل ഉസ്താദിന്റെ ഷമീർ ഉസ്താദിന്റെ അഹ്സനി ഉസ്താദിന്റെ സഹോദരന്റെ മോനാണ്. അൽ അമീൻ സ്റ്റുഡന്റ് ആണ് അല്ലേ? ഏത് സ്കൂളിലാണ്? ആ വൈർ അൽ അമീൻ സ്കൂളിലാണ്. ശരിയാണ്, സംഭവം പറഞ്ഞത് ശരിയാണ്. അല്ലാഹു ആ കുട്ടിക്ക് വലിയ ലംറത്ത് സഖാഫി ഉസ്താദിന്റെ മോനാണ്. അപ്പൊ എന്തായാലും ഈ കുട്ടിനെ വിളിച്ചു വരുത്തി നന്നായി. പഠിച്ചോനെ, ഇത് ലംറത്ത് സഖാഫിക്കുള്ള ഒരു ആദരവും കൂടിയാണ്. ഈ കുഞ്ഞുമോനെ വിളിച്ചു വരുത്തിയത് ആർക്കുള്ള ആദരവാണ്? ബാപ്പാക്കുള്ള ആദരവാണ്.
അതെ വാപ്പാക്കുള്ള ആദരവാണ്. മരിച്ചതിന് ശേഷം തന്നെ വലിയ ആദരവൊക്കെ കിട്ടല്. ചെറിയ ചെറിയ ആദരവാണ് മരിക്കുന്നതിന് മുമ്പ് കിട്ടുള്ളൂ. നമ്മൾക്കൊക്കെ അങ്ങനെ മരിച്ചതിന് ശേഷം, മരണത്തിന് ശേഷം വലിയ ആദരവ് കിട്ടാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. മർഹൂം ലംറത്ത് സഖാഫി അല്ലേ, റസൂലുള്ളാഹിന്റെ അനുജനാണ് ലംറത്ത്. റസൂലുള്ളാഹിക്ക് മുല കൊടുത്ത ഹലീമ ബീവിയുടെ മോനാണ് ലംറത്ത്. അപ്പൊ റസൂലുള്ളാഹിന്റെ അനുജനാണ് ആര്? ലംറത്ത്. മനസ്സിലായോ? ലംറത്തിനെ പറ്റത് ആമിന ബീവി അല്ല, ഹലീമ ബീവിയാണ്. അല്ലാഹ് ഈ കുട്ടി എന്റെ പേരെന്താ പറഞ്ഞു? ഇതാരാ കൊടുക്കുക? ഉസ്താദ് ഞങ്ങൾ വന്നാൽ നിങ്ങളെ കൈകൊണ്ട് കൊടുക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹ് ഖൂലു തക്ബീർ. കുറച്ച് മുന്നേക്ക് നിൽക്കി. ഖൂലു തക്ബീർ, ഖൂലു തക്ബീർ. അല്ലാഹു അക്ബർ. അടാ നിങ്ങളുടെ പേരെന്താ പറഞ്ഞത്? മുഹമ്മദ് സിനാൻ. ബാപ്പാന്റെ പേര് ലംറത്ത്, ഉമ്മയുടെ പേര് അല്ലാഹു തആല ഉമ്മാക്കും ഷാക്കിറ. ഔ അതൊരു ബറക്കത്ത്, പെരും ബറക്കത്തുള്ള പേരായല്ലോ ഷാക്കിറ അല്ലേ. ഷാക്കിറല്ലി അൻഉമിഹി എന്ന് ഖുർആനിലുണ്ട്. ഇദ്ദേഹത്തിന്റെ ഈ കുട്ടിന്റെ ഈ ബറക്കത്തുള്ള പൊന്നുമോന്റെ ഉമ്മാനെയും നമ്മുടെ എല്ലാ ഭാര്യമാരെയും ഷാക്കിറാത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഷാക്കിറ എന്ന് പറഞ്ഞാൽ എന്താ മോനെ അർത്ഥം? നന്ദി ചെയ്യുന്ന ആള്, അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുന്ന പെണ്ണ് എന്നതിന്റെ അർത്ഥം. അല്ലാഹ് ബറക്കത്താക്കട്ടെ. വാപ്പ ഉമ്മാടെ വാപ്പ ഒരു ഉസ്താദാ? ഈ തലകുൽക്കലിന്റെ അർത്ഥം എനിക്കറിയില്ല, മുസ്ബത്താണോ മംഫിയാണോ എന്നാവും. ആണെന്ന് ഞങ്ങളെ നാട്ടിൽ വേറെ കോലത്തില തലകുൽക്ക. ആര്? ഷാക്കിറാന്റെ വാപ്പുണ്ടല്ലേ? ഉണ്ടോ? ഒന്ന് കൈവെക്കോ? അല്ല അയാളെ ആയിരുന്നു. പടച്ചോനെ ഒരുപാട് കാല ഉസ്താദാണല്ലേ, മൻസൂറിന്റെ വാപ്പയാണ്. അവരെ പേരെന്താ? അഹമ്മദ് കുഞ്ഞ് മുസ്ലിയാരെന്ന് പറയാ. മുഹമ്മദ് കുഞ്ഞ് മുസ്ലിയാർ. അല്ലാഹു തആല അവർക്ക് ഒരുപാട് കാല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. നമ്മൾ മുഹമ്മദ് കുഞ്ഞ് മുസ്ലിയാർ ഉസ്താദിന് അല്ലാഹ് ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. നാസ് എന്ന് പറഞ്ഞാൽ അതവിടെ വിഷയം. നാസ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം അല്ലേ? മക്കത്തം ഒക്കെ സബോരാ മുത്ത് മാഹേമോ ദുരത്ത് നാസിൽ അഹദാബ് മന്നാനിൽ മാത്രം വണക്കം യണ്ടാ. മന്നാനിൽ മാത്രം വണക്കം, അല്ലാഹ്ക്ക് മാത്രം വണങ്ങണം എന്ന് ഇബാദത്തെടുക്കണമെന്ന് പഠിപ്പിച്ചു. ആര്? ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പറഞ്ഞതിന്റെ പേരിൽ അള്ളാന്റെ റസൂലിനെ നാട്ടുകാര് ദ്രോഹിച്ചു, അടിക്കാൻ ഒരുങ്ങി, കൊല്ലാൻ ഒരുങ്ങി. പക്ഷെ അള്ളാന്റെ റസൂലിനെ അള്ളാഹ് കാത്തതാണ്. പലപ്പോഴും കൊല്ലാൻ ഒരുങ്ങിയിട്ടുണ്ട്. ഹബീബായ തങ്ങളുടെ പല പല ശിഷ്യന്മാരെയും കൊന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ചുരുക്കി പറയാണ്, പാട്ട് പാടുമ്പോ പിന്നെ ഒരുപാട് ടൈം വേണം. ബഹുമാനപ്പെട്ട സയ്യിദുനാ സൽമാൻ തങ്ങൾ അങ്ങനെ പല 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 നാടുകളും ജീവിച്ചു. 250-ലേറെ വർഷം കഴിഞ്ഞു. അങ്ങനെയാണ് തൗറാത്ത് പഠിച്ചിട്ടുണ്ടല്ലോ സൽമാൻ തങ്ങള്, ഇഞ്ചീൽ പഠിച്ചിട്ടുണ്ടല്ലോ, ഒരുപാട് ഉസ്താദുമാരെ ശിഷ്യനാണ്. ഇങ്ങനൊരു ബറക്കത്തുള്ള ഒരു സ്വഹാബി റസൂലുള്ളാഹിക്ക് വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. ഇത്ര ദീർഘായുസ്സുള്ള സ്വഹാബി വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അൽഹംദുലില്ലാ ഒരുപാട് ചെറുപ്പക്കാര് അല്ലാഹുവേ അവിടെ റോട്ടിൽ നിന്ന് ഇങ്ങനെ കൈകെട്ടിയിട്ട് നിൽക്കുന്നവർ നമ്മളെ സഹകാരികളാണ്. ഈ പരിപാടിയുമായി സഹകരിക്കുന്നവരാണ്. വലിയ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അവരൊക്കെ ഒന്ന് ഈ സദസ്സിൽ ഒരുപാട് കസേര ഒഴിവുണ്ട്, വന്നിരുന്ന വലിയൊരു ബറക്കത്താണ് റബ്ബേ. അവരുടെ മനസ്സിലും ഞങ്ങളെ മനസ്സിലും ഉള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കണേ അല്ലാഹ്. നീ മുറാദ് ഹാസിലാക്കണേ അല്ലാഹ്. അല്ലാഹ് ബറക്കത്തുള്ള വരുമാനം അവർക്കും ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കും നൽകണേ അല്ലാഹ്. ബറക്കത്തുള്ള കേസ് നൽകണം അല്ലാഹ്. ഹജ്ജിന് പോണെങ്കിൽ കേസ് വേണം, ഉംറക്ക് പോണെങ്കിൽ കേസ് വേണം. സുഹൃത്തുക്കളെ, എന്റെ വിഷയത്തിലേക്ക് ഞാൻ തുടരുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട സൽമാൻ തങ്ങൾ അറിയാണ്, ബഹുമാനപ്പെട്ട അവസാനത്തെ നബി ജനിച്ചിട്ടുണ്ട്, ഉണ്ടാകും എന്നുള്ള ഒരു അനുമാനത്തിൽ എത്തുകയാണ്. ആ റസൂലുള്ളാഹി
ജനിച്ചു വളർന്ന് റസൂലുള്ളാഹിക്ക് 40 വയസ്സായ വിവരം എങ്ങനെയോ എവിടെയോ വെച്ച് സൽമാന്റെ കാതിലും എത്തുകയാണ്. പക്ഷെ അന്ന് സൽമാൻ മക്കയിലോ മദീനയിലോ എത്തിയിട്ടില്ല. ഇറാഖിന്റെ ഏതോ ഓണം കേറാ മൂലയിൽ ജീവിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു ഉസ്താദ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, അവസാനം ആ റസൂൽ വരുന്ന നാട് ഈത്തപ്പഴങ്ങൾ കൂടുതലുള്ള ഒരു നാട്ടിലാണ് വരിക. ഈത്തപ്പഴം കൂടുതൽ കായ്ക്കുന്ന ആ നാട്ടിലാണ് ആ നബിയുടെ അവസാനത്തെ അന്തിയുറക്കം ഉണ്ടാവുക. അങ്ങനെയുള്ളൊരു ബറക്കത്തുള്ള നാട്ടിലാണ്. ആ നാടിനെ പറ്റി അന്വേഷിച്ചപ്പോ യസ്രിബ് എന്നാണ് ആ നാടിന് പറയാ. പിന്നീട് മദീന എന്ന പേരിൽ അറിയപ്പെട്ടു. യസ്രിബ് എന്ന് പറയുന്ന നാട് ഏകദേശം പുണ്യ നബി വരാനുള്ള ടൈമായിട്ടുണ്ടാകും. ആ നബിയെ ഒന്ന് കാണാതെ, ആ നബിയുടെ കൈയൊന്ന് പിടിക്കാതെ, ആ നബിയുടെ ബറക്കത്ത് കിട്ടാതെ എന്നെ മരിപ്പിക്കരുതേ അല്ലാഹ്. സൽമാൻ തങ്ങൾ വിവിധ രാഷ്ട്രങ്ങളിലൂടെ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ അള്ളാഹിനോട് ദുആ ചെയ്യുകയാണ്. അതിന്റെ ഇടയിൽ അറിഞ്ഞു, ഒരിക്കൽ എന്തറിഞ്ഞു, ഈ യസ്രിബിലേക്ക്, അതായത് മദീനയാണ് ആ നാട്, അന്ന് യസ്രിബ് എന്ന് അറിയപ്പെട്ടിരുന്നത്. യസ്രിബ് എന്ന നാട്ടിലേക്ക് ഒരു യാത്രാ സംഘക്കാര് വരുന്നുണ്ട്. അവരോട് പറഞ്ഞു, നിങ്ങൾ എങ്ങോട്ടാ? നിങ്ങൾ യസ്രിബിലേക്കാണല്ലേ? അതെ. ഞാൻ കേശ് തരാം, എത്ര പണം വേണമെങ്കിലും തരാം, എനിക്ക് വഴി അറിയില്ല, എന്റെ കൂടെ പോരാൻ ഇത്രയും 1000-ലേറെ കിലോമീറ്റർ പോരാൻ എനിക്ക് എന്റെ കൂടെ ആരുമില്ല, നിങ്ങളെ കൂടെ ഞാനും വരാം, നിങ്ങളെ കൂടെ, നിങ്ങളെ ഒട്ടകപ്പുറത്ത് അല്ലെങ്കിൽ കുതിരപ്പുറത്ത് എന്നെ കയറ്റിക്കൊണ്ടുപോകുമ്പോൾ ഇഷ്ടമുള്ള കാശ് ഞാൻ തരാം. കാരണം സൽമാൻ എന്നവർ നല്ല അധ്വാനശീലനാണ്, നല്ലോണം അധ്വാനിക്കുന്നത് കൊണ്ട് നല്ല ആരോഗ്യമുണ്ട്, നല്ല ക്യാഷുണ്ട്. കാശ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്. അദ്ദേഹം പറയാണ്, കാശ് ഞാൻ തരാം. ഓക്കെ, ഇത്ര കാശ് വേണം, ഓക്കെ തരാം. അത്ര കാശും കൊടുത്ത്, അത് ഇത്ര മുത്ത് തരുമെങ്കിൽ യസ്രിബിലേക്ക് എത്താൻ കാശ് കൊടുത്ത് റെഡിയായി കൊണ്ടതാ യാത്ര പോവുകയാണ്. യാത്ര പോകണം എന്നാണ് ഇമാമിങ്ങളൊക്കെ പഠിപ്പിച്ചത്, അല്ലേ? മഫിൽ മഖാമിലി ദി അഖ്ലിം വദി അദബി മിൻ റാഹത്തിൻ വദഇൽ ഔതാന വഖ്തരിബി. ഷാഫി ഇമാമിന്റെ വരികളാണ്. ഇപ്പൊ ഒന്നും വിശദീകരിക്കാൻ ടൈമില്ല, എന്റെ ടൈം ഇവിടെ കഴിയാണ്. 11 മണിയാകുമ്പോഴേക്കും നിർത്തണം എന്നാണ് കരുതുന്നത്. മാഷാ അല്ലാഹ്, അല്ലാഹു തആല വലിയ ബറക്കത്തും വലിയ ഖൈറും നൽകണേ അല്ലാഹ്. നമ്മളെ നാടുകളിലുള്ള, ഈ നാട്ടിലുള്ള ഹിന്ദു സഹോദരങ്ങളടക്കം, അല്ലാത്തവരടക്കം, ക്രിസ്ത്യൻ സഹോദരങ്ങളടക്കം നമ്മുടെ സംഘടനയുമായി പല വിഷയത്തിലും സഹകരിച്ചവരാണ്. അവർക്കും ആയുരാരോഗ്യങ്ങൾ നൽകണേ അല്ലാഹ്. ഖൈറുകള്, ബറക്കത്തുകളും വലിയ ഹിദായത്തുകളും നൽകണേ അല്ലാഹ്. അങ്ങനെ ഈ യാത്രാ സംഘത്തിന്റെ കൂടെ കൂടുകയാണ് ആര്? സൽമാൻ. കുറെ അങ്ങോട്ട് ചെന്നപ്പോ ഇവര് വലിയ ചതിയന്മാരാ. ഈ ചതിയന്മാരായിരിക്കുന്ന ആളുകൾ കുറെ വഴി അങ്ങോട്ട് ചെന്നപ്പോൾ അണ്ട് സുന്ദരമായി പിരിന്തിനി ഉണ്ട് വീണ്ടും അറിന്തിടാൻ ഉണ്ട് ബാക്കിയതൊക്കെ തക്കമേ പാർത്ത് കാർത്ത് കശിന്ത് താൻ കണ്ടിടാൻ ഉണ്ടാറ്റെല്ലാം നബി താഹ കത്ഫിട തന്നിലേ ഖാതമുൻ നബുവത്ത് ചിക്കപതിത്ത പോലത് പിന്നിലേ. ബഹുമാനപ്പെട്ട സൽമാൻ റളിയല്ലാഹു തആല അൻഹു ഈ യാത്രാ സംഘത്തിന്റെ കൂടെ കൂടിയെങ്കിലും അവർ വലിയ ചതിയന്മാരാ. അവരെന്ത് ചെയ്തു? കുറെ അങ്ങോട്ട് എത്തിയപ്പോ ഒരാൾക്ക് വിറ്റു. ഇത് ഞങ്ങൾ അടിമയാണെന്ന് പറഞ്ഞിട്ട് സൽമാനെ വിറ്റു. വലിയ കാശ് വാങ്ങി. മഹാ ചതിയാണ്. സൽമാൻ തങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരുപാട് പേര്, 10-50 പേരുണ്ട്. ആ കൂട്ടത്തിൽ ഒറ്റപ്പെട്ട ആളാണ് സൽമാൻ. സൽമാന്റെ കയ്യും കാലൊക്കെ കെട്ടി അടിമയാന്ന് പറഞ്ഞ് കൊണ്ടുപോയി. ചുരുക്കി പറയാ, അങ്ങനെ അടിമയായിട്ടും പിന്നെ പതിറ്റാണ്ടുകൾ ജീവിച്ച ആളാണ് സൽമാൻ. അവസാനം എത്തിപ്പെട്ടത് ഒരാൾ മറ്റേ ആൾക്ക് വിറ്റ് പോയി. അവസാനം എവിടെ എത്തി? മദീനയിലെത്തി, യസ്രിബിലെത്തി. ആര്? സൽമാൻ. അതിന്റെ ഇടയിൽ ആരോ പറഞ്ഞു കേട്ടു, മുതലാളിയുടെ പറമ്പിൽ, തോട്ടത്തിൽ, ഈത്തപ്പഴത്തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ അറിഞ്ഞോ അള്ളാഹുവിന്റെ റസൂല് വന്നിട്ടുണ്ട്. ഇടക്കിടക്ക് മഗ്രിബ് വരെ എല്ലാ ദിവസവും പണിയാണ്. മഗ്രിബ് കഴിഞ്ഞാൽ പുറത്തൊന്നും ഇറങ്ങാൻ മുതലാളി സമ്മതിക്കാറ് പതിവുണ്ട്. ഒരു ദിവസം
ഈ നബിയാണെന്ന് പറയുന്ന ആളിനെ ഒന്ന് കാണണം. അദ്ദേഹം ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ, നബിയുടെ പേരും പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് വരുന്ന ആളാണോ, അങ്ങനെ അത് ഒറിജിനൽ ആണോ എന്ന് അറിയാനുള്ള ഒരുപാട് ഐഡന്റിഫിക്കേഷൻ മാർക്ക് സൽമാൻ അറിയാം. അതൊക്കെ തൗറാത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. തൗറാത്തിൽ, ഇഞ്ചീലിൽ, സബൂറിൽ അവസാനത്തെ നബിയുടെ ഒരുപാട് വിശേഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പഠിച്ച ആളാണ്, വലിയ ആലിമാണ് സയ്യിദുനാ സൽമാൻ റളിയല്ലാഹു അൻഹു. അങ്ങനെ എന്ത് ചെയ്തു? ഒരു ദിവസം കുറച്ച് ഈത്തപ്പഴം, നല്ല ഈത്തപ്പഴമുണ്ട്, മുന്തിയതുണ്ട്, മോശപ്പെട്ടതുണ്ട്, വില കൂടിയതുണ്ട്, വില കുറവുള്ളതും എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ബഹുമാനപ്പെട്ട റസൂലിനെ കാണാൻ വേണ്ടി പോവാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാണാൻ വേണ്ടി പോകുമ്പോഴേ എന്ത് ചെയ്തു എന്നറിയോ? അതാണ് കൊണ്ടേ കൊടുത്ത് റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്ന് വലിയ ബഹുമാനത്തിൽ, നിങ്ങളെ പേരെന്താ? ഞാൻ സൽമാനാണ്, ഞാനൊരു അടിമയാണ്. അവിടെ നിന്ന് വന്നത് മദീനയിലേക്ക് അപ്പോഴേക്കും അള്ളാന്റെ റസൂൽ എത്തിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ വിശദീകരിക്കാൻ ടൈമില്ലാത്തതുകൊണ്ടാണ്. അപ്പോഴേക്കും അള്ളാന്റെ റസൂൽ മദീനയിലേക്ക് എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സൽമാൻ തങ്ങൾ പോയി കാണുകയാണ്. കാണുമ്പോ എന്ത് ചെയ്തു? ഇതങ്ങോട്ട് കൊടുത്തു. ഏതാ കൊടുത്തു മോനെ? ഈ ഈത്തപ്പഴം. അത് കുറഞ്ഞ മുന്തിയ ഈത്തപ്പഴം കുറച്ചേ ഉള്ളൂ, നല്ല വിലപിടിപ്പുള്ള ഈത്തപ്പഴം കുറച്ചേ ഉള്ളൂ. കൂടുതലും ഈ ലോക്കൽ ഈത്തപ്പഴങ്ങളാണ്. ഈത്തപ്പഴം പല സൈസും ഉണ്ട്. ഏതായാലും ഇതന്നെ കൊടുത്തിട്ട് പറഞ്ഞു, ഹാദിഹി സ്വദഖ. സൽമാൻ പറഞ്ഞു, ഹാദിഹി സ്വദഖ, ഇത് സ്വദഖയാണ് എന്ന് പറഞ്ഞു. അപ്പൊ തൗറാത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് ആരി സൽമാൻ. എന്ത്? അവസാനത്തെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വദഖ കഴിക്കൂല, ഹദിയ കഴിക്കും. അപ്പൊ എന്താ ഉസ്താദേ ഈ ഹദിയയും സ്വദഖയും തമ്മിലെ വ്യത്യാസം? സ്വദഖ കഴിക്കൂല, കഴിക്കില്ല, ഹദിയ കഴിക്കും. രണ്ടും വ്യത്യാസം ഉണ്ടോ? ഉണ്ട്. എന്താ? ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം. സ്വദഖ എന്ന് പറഞ്ഞപ്പോ നമ്മൾ റമദാൻ മാസം വരാൻ പോവാണ്. ഓരോ വഖത്തിനോ ദുഹറിനോ അസറിനോ മഗ്രിബിനൊക്കെ പള്ളിയിൽ നിസ്കരിക്കാൻ വരുമ്പോൾ ഉണ്ടാവും ഒരാൾ പുറത്ത് നിൽക്കുന്ന വാതിക്കൽ, എനിക്ക് വീടില്ല, എന്തെങ്കിലുമൊക്കെ തരണേ. ഏതോ ഒരാളെ, നമ്മളിപ്പോ അയാൾ ആരാന്നും അറിയില്ല, അത് ചോദിക്കാൻ നിൽക്കുന്നില്ല. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഒരു 2 രൂപ, ഒരു 5 രൂപ എടുത്തിട്ട് അദ്ദേഹത്തിന്റെ ആ പോക്കറ്റിലോ അദ്ദേഹത്തിന്റെ കവറിലിട്ട് കൊടുക്കും. അതിന്റെ പേരാണ് സ്വദഖ. ഹദിയ എന്ന് പറഞ്ഞാലോ? ഹദിയ അതല്ലേ? അല്ല. ഹദിയ പിന്നെന്താ? നാളെ ഇവിടെ വരുന്ന ഒരു ഉസ്താദ്, ഒരു തങ്ങൾ, ഇവിടെ പ്രസംഗിക്കാൻ വേണ്ടി വരുന്ന തങ്ങൾ, ആ തങ്ങൾക്ക് അദ്ദേഹത്തിന്റെ, അദ്ദേഹം എവിടുന്ന വരുന്ന, എറണാകുളത്ത് നിന്ന് വരുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ കാസർഗോഡ് നിന്ന് വരുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിന്റെ വണ്ടിക്കൂലി മുഴുവൻ കൊടുക്കും. എന്നിട്ടൊരു 10,000 രൂപ, ഉദാഹരണം പറയാണ്, നിങ്ങൾ എത്ര കൊടുക്കുക എനിക്കറിയില്ല, കൂടുതൽ കൊടുക്കാൻ, കൂടുതൽ ബറക്കത്തുള്ള വരുമാനം ഈ നാട്ടുകാരുടെ കൈകളിൽ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഒരു ഉദാഹരണം പറയാണ്, ഒരു 10,000 രൂപ കൊടുക്കുമ്പോ നമ്മുടെ സ്വാഗത സംഘത്തിന്റെ കൺവീനർ മനസ്സിൽ, റബ്ബേ ഈ തങ്ങൾ ഇപ്പൊ എറണാകുളത്ത് നിന്ന് വന്ന തങ്ങളാണ്, കൊടുക്കുന്നത് 10,000 രൂപയാണ്, അത് ചെറിയ സംഖ്യ ആയിപ്പോയല്ലോ എന്ന്. അത് ചെറിയ സംഖ്യ ആയിപ്പോയല്ലോ എന്നാ ചിന്തിച്ചിട്ടാ കൊടുക്കുന്നത്. അതിന്റെ പേരാണ് എന്ത്? ഹദിയ. അപ്പൊ ഹദിയയും സ്വദഖയും വ്യത്യാസം മനസ്സിലായോ? ഇവിടുത്തെ സ്വാഗത സംഘം കൺവീനർ ആരാ ഉസ്താദ്? എല്ലാവരും കൺവീനർമാരാണ്, അത് നല്ലത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല എല്ലാ ഫസാദിൽ നിന്നും അല്ലാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. എല്ലാവരും കൺവീനർമാരാകാൻ യോഗ്യന്മാരാണ്. അല്ലാഹു തആല ബഹുമാനപ്പെട്ട നമ്മുടെ ഷമീറൈനി ഉസ്താദൈനി അടക്കം ഇവിടെ അങ്ങനെയാണ്, ഒരേ പേരിൽ രണ്ടാൾ. ഷമീർ ഉസ്താദിന്റെ പ്രിയപ്പെട്ട ദോസ്ത് എവിടെ പോയി? നമ്മുടെ സ്വാലി ഉസ്താദ്. അദ്ദേഹം നാളത്തെ ഒജീനത്തിന് വേണ്ടി ഓടി നടക്കുകയാണ്. അദ്ദേഹത്തിനും ഞങ്ങൾക്കും സ്വർഗത്തിലെ ഒജീനം കഴിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ആമീൻ. നാമ യനാമു എന്നുള്ള ഫീല് അല്ലെങ്കിൽ ജാമഅ യുജാമിഉ എന്നുള്ള ഫീലൊക്കെ സർഫാക്കുന്നുണ്ടാവും. അതിലൊക്കെ അല്ലാഹു തആല വലിയ ബർക്കത്ത് നൽകുമാറാകട്ടെ, വലിയ ഖൈറും ബർക്കത്തും അല്ലാഹു തആല നൽകുമാറാകട്ടെ. ഇന്ന് വന്നിട്ടില്ല ഇവിടെ? വന്നോ? അദ്ദേഹം ഒരു അത്യാവശ്യമായിട്ട് നമ്മുടെ ഈ ഗുൽസാറിന്റെ ഒരാൾ മരണപ്പെട്ടല്ലോ അല്ലേ? അത് മറവ് ചെയ്തോ? മറവ് ചെയ്തു. അല്ലാഹു തആല ഇന്ന് മരണപ്പെട്ടവർക്കും സന്തോഷം, സ്വർഗത്തിൽ ഖബറിൽ സ്വർഗീയ ജീവിതം നൽകണേ അല്ലാഹ്. ഖബർ ജീവിതം സന്തോഷാക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട സ്വാലിഹ് മഹ്ദരി ഉസ്താദിനെയും ഷമീർ മഹ്ദരി ഉസ്താദിനെയും ഞങ്ങളെ എല്ലാവരെയും, വലിയ ഉസ്താദായിരുന്നല്ലോ ആര്? നിങ്ങളെ ഉസ്താദിന്റെ പേരെന്താ? കലന്തർ മസ്താൻ അല്ലേ? മഹാനായ വലിയ ആലിമായ കലന്തർ മസ്താൻ ഉസ്താദിന്റെ കൂടെ അവരെയും ഞങ്ങളെ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. വലിയ സ്ഥാപനം നടത്തുന്നയാളാണ്. കാരണം
എങ്ങനെ എനിക്കറിയാം, ഈ പെൺമക്കളെ വിദ്യാഭ്യാസ സ്ഥാപനം നടത്താൻ ലക്ഷക്കണക്കിന് രൂപ ചെലവുണ്ടാകും. അദ്ദേഹം രക്ഷിതാക്കളിൽ നിന്ന് വാങ്ങുന്ന ഫീസ് ഞാൻ നോക്കിയപ്പോൾ എന്തായാലും അത് ഒത്തുപോകില്ല, ചെലവ് ഒത്തുപോകൂല. ശമ്പളം കൊടുക്കാൻ തന്നെ തികയുമോ എന്ന് പ്രയാസമാണ്. അങ്ങനെ നല്ല വിദ്യാഭ്യാസം ഖുർആനിന്റെ ഹിഫ്ള് പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ട ഷമീർ മഹദരി ഉസ്താദിനും എന്നെ ടെലിഫോണിലൂടെ ബന്ധപ്പെട്ട് എനിക്ക് വേണ്ടി എല്ലാം ഒരുപാട് തവണ വിളിച്ച ഷമീർ അഹ്സനി ഉസ്താദിനും ഗുൽസാറിനും മൻസൂറിനും, അതുപോലെ ഞാൻ പേര് പറയാത്ത ഒരുപാട് ആൾക്കാരെ പേര് എനിക്ക് പറയാൻ അറിയില്ലെങ്കിലും അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഞങ്ങളെ എല്ലാവരെയും ഞങ്ങളെ ഉമ്മ ബാപ്പമാരെ കൂടെ യാ അല്ലാഹ് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ഹിഫ്ളിന്റെ സ്ഥാപനം ഷമീർ മഹദരി ഉസ്താദിന്റെ ഹിഫ്ള് സ്ഥാപനം വലിയ ഒരു ബറക്കത്തുള്ള ഒരുപാട് ഖുർആനിന്റെ പണ്ഡിതകൾ സൃഷ്ടിക്കപ്പെടുന്ന ബറക്കത്തുള്ള സ്ഥാപനമായി ആ സ്ഥാപനത്തിനെയും അൽ അമീൻ സ്കൂളിനെയും ഖാദിസിയയെയും എല്ലാത്തിനെയും നീ കബൂലാക്കണേ അല്ലാഹ്. മറ്റന്നാൾ രാത്രി ബദരീങ്ങളെ പറ്റി വിനീതനായ ഞാൻ മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ ബദർ പടപ്പാട്ട് പാടിയിട്ട് ഞാൻ പാടി പറയുകയാണ്. എവിടെ? കൊല്ലം ഖാദിസിയയിൽ മറ്റന്നാൾ തിങ്കളാഴ്ച രാത്രി. അത് കഴിഞ്ഞ് 11-ാം തീയതി ഇൻഷാ അല്ലാഹ് പരവൂരിൽ, കൊല്ലത്തിന്റെ തെക്കുഭാഗത്ത് പരവൂരിൽ ചില്ലക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയാണ്. ഇതൊക്കെ ഒരു ചുരുങ്ങിയ മട്ടത്തിൽ പറയണമെങ്കിൽ 2 ദിവസമെങ്കിലും മിനിമം വേണം. അത് പിന്നെ വേറൊന്നുണ്ട്, പ്രത്യേകിച്ച് തെക്കൻ കേരളക്കാരായിരിക്കുന്ന പ്രവർത്തകർക്ക് ഒരു ഉസ്താദ് 2 ദിവസം ഒരേ ഉസ്താദ് പറയാന്നുള്ളത് അതിനെപ്പറ്റി ലോജിക്ക് അറിയാത്തത് കൊണ്ട് 1 ദിവസത്തിനെ ക്ഷണിക്കുള്ളൂ. പിന്നെന്താ ചെയ്യുക? അണ്ണാരെ കണ്ണലും തണ്ണാലാകുന്നത് നിറഞ്ഞ മാതിരി ആകുന്നത് ചെയ്യുക. അള്ളാഹു അതിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അങ്ങനെ 1-ാമത്തെ ദിവസം ബഹുമാനപ്പെട്ട സൽമാൻ തങ്ങൾ ഈത്തപ്പഴം കൊണ്ടേ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് സ്വതക്കയാണ് എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ വാങ്ങി, ബിസ്മി ചൊല്ലി വാങ്ങിയെങ്കിലും കഴിച്ചില്ല. സ്വഹാബത്തിന് ഇങ്ങനെ സപ്ലൈ ചെയ്തു. അപ്പൊ റസൂലുള്ളാഹി കഴിച്ചോ? ഇല്ല. അപ്പൊ സൽമാൻ മനസ്സിൽ ഇങ്ങനെ ആത്മഗതം ചെയ്യാണ്, ഇത് 1-ാമത്തെ ടെസ്റ്റാണ്, ആ ടെസ്റ്റിൽ പാസ്സായിട്ടുണ്ട്. സ്വതക്ക റസൂലുള്ളാഹി കഴിക്കില്ല എന്നല്ലേ? അതെ, കഴിക്കില്ല. കഴിച്ചോ? ഇല്ല. അപ്പോൾ ആ സൽമാൻ തങ്ങള് ഹാദിഹി വാഹിദ, ഇത് 1-ാമത്തെ ടെസ്റ്റാണ്, അതിൽ റസൂൽ ആകാനുള്ള ടെസ്റ്റിൽ പാസ്സായി. അത് കഴിഞ്ഞ് ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും നല്ല ഈത്തപ്പഴം മാത്രം കൊണ്ടുവന്ന് നല്ല പാക്കിംഗ് ഒക്കെ ചെയ്തിട്ട് പാക്ക് ചെയ്ത് നല്ല ഈത്തപ്പഴത്തിന്റെ ഓല കൊണ്ടുണ്ടാക്കിയ കൊട്ടയിൽ ആ കുട്ട കെട്ടിയിട്ട് നല്ല അജുവ പോലെയുള്ള ഈത്തപ്പഴം ഒരുപാട് കൂടുതൽ നിറച്ചു വെച്ച് നല്ല വെയിറ്റുള്ള ഈത്തപ്പഴം റസൂലുള്ളാഹിയുടെ മുമ്പിൽ കൊണ്ടേ കൊടുത്തിട്ട് പറഞ്ഞു, ഓ നബിയെ തങ്ങളെ ബഹുമാനിച്ച്, ഓ നബിയെ അവിടുത്തെ ബഹുമാനിച്ച് ഞാൻ തരുന്നൊരു ഹദിയയാണിത്. അള്ളാന്റെ റസൂൽ സന്തോഷത്തോടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അത് വാങ്ങിയിട്ട് ഒരെണ്ണ എടുത്തിട്ട് വായിൽ വെച്ച് ബാക്കിയുള്ളവർക്കൊക്കെ കൊടുത്തു. അതോ ഹാദിഹി സാനിയ, ഹദിയ കഴിച്ചു മുഹമ്മദ് മുസ്തഫ. സൽമാൻ അപ്പൊ തന്നെ ഒരു 90% റെഡിയായി. ഇത് തന്നെയാണ് അവസാനത്തെ നബി തന്നെയാണ്. യാ അല്ലാഹ്, ഇനി 3-ാമതൊരു ടെസ്റ്റും കൂടിയുണ്ട്. അതെന്താണെന്നറിയോ? അത് ഇഞ്ചീലിൽ നിന്ന് പഠിച്ചതാണ് സയ്യിദുനാ സൽമാൻ, തൗറാത്തിൽ നിന്ന് പഠിച്ചതാണ്. അവസാനം വരുന്ന നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുതുകത്ത് ഒരു ചെറിയ കോഴിമുട്ട പോലെയുള്ള ഒരു അടയാളമുണ്ട്. ഖത്മുൻ നബുവത്തിന്റെ പ്രവാചകത്വത്തിന്റെ മുദ്രയുണ്ട് എന്ന് തൗറാത്തിലുള്ളതാണ്, ഇഞ്ചീലിലുള്ളതാണ്. അതും കൂടി ഒന്ന് കണ്ടാ പിന്നെ സംശയിക്കണ്ട, ഇത് ഒറിജിനൽ തന്നെയാണ്. അതിനുവേണ്ടി അതാ ഒരു ദിവസം 3-ാമത്തെ ഒരു ചാൻസ് കാത്തിരിക്കുമ്പോഴാണ് അതൊരു ദിവസം അതാ മുതലാളി സമ്മതിക്കുന്നു, മോനെ സൽമാനെ വേണമെങ്കിൽ അങ്ങാടിയിലൊക്കെ ഒന്ന് പോയിട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ മനസ്സിലായി, സൽമാന് മനസ്സിലായി എന്ത്? അന്നൊരു സ്വഹാബി മരണപ്പെട്ടിട്ടുണ്ട്, കുൽസൂം എന്ന് പറയുന്ന അന്തനാൾ തൈബാവതിൽ നബി തങ്ങളെ സ്വഹബാരിലെ ആഖിറം പൂകിം ദാദിയിൽ കുൽസൂം നേരിലെ ബന്ദ് ചേർന്ന വിടം ജനാസ നയം വിടാൻ ഒരുപാട് പേർ വള്ളലാം നബി തങ്ങളുണ്ടവി ഡുള്ള് ബന്ദ് ദിലൈത്തദാ. ഈ പാട്ട്
പാട്ടിലൊക്കെ ഉള്ള ഓരോരോ പദങ്ങൾ പ്രത്യേകം സെപ്പറേറ്റ് പഠിക്കണം. അപ്പോഴാണ് ഇതിന്റെ ഉള്ളിലുള്ള ആശയത്തിന്റെ മഹാസാഗരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇതിങ്ങനെ പഠിക്കണം. എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട്, മുതഅല്ലിങ്ങളോട് ഞാൻ പറയാണ്, മുഹീദ്ദീൻമാലയും റിഫായിമാലയും നഫീസത്തുമാലയും ബദർ പടപ്പാട്ടും ബദറുമാലയും ഇതൊക്കെയാണ് സുന്നത്ത് ജമാഅത്തിന്റെ അടിത്തറ. ഇതിലൂടെയാണ് സുന്നത്ത് ജമാഅത്താകുന്ന നമ്മുടെ ആശയം ഇവിടെ വളർന്ന് പന്തലിച്ചത്. മഹാന്മാരെ മദ്ഹുകളിലൂടെയും മഹാന്മാരോടുള്ള ആദരവുകളിലൂടെയും ആണ്. അന്തനാൾ തയ്യിബാവദിൽ നബി തങ്ങളെ സ്വഹബാരിലെ ആഖിറം പുകിന്ത ആദിയിൽ കുൽസൂമദണ്ടവർ നേരിലെ മദീനയിൽ വന്നപ്പോൾ ആദ്യമായി വഫാത്തായ ബഹുമാനപ്പെട്ട കുൽസൂം എന്നവർ വഫാത്തായ ദിവസമാണ് സൽമാൻ എന്നവർ പുറത്തിറങ്ങുന്നത്. അപ്പോഴും ബന്ദ് ചേർന്ന് അജുടൻ ജനാസ നയംതിടാൻ ഒരുപാട് പേർ ആ ജനാസയെ സംസ്കരിക്കുമ്പോൾ ജനാസ ജന്നത്തുൽ ബഖി എന്ന ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുമ്പോഴും ഒരുപാട് മുഅ്മിനീങ്ങൾ കൂടെയുണ്ട്. ബള്ളലാം നബി തങ്ങൾ ഉണ്ട് അവിടെ ഉള്ളു ബന്ധു നിലയിത്തതാ അവിടെ ഉണ്ട്. അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെ ഉണ്ട് അവിടെ ഉള്ളു ബന്ധുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ ഉള്ളു സങ്കടപ്പെട്ടുകൊണ്ട് ദുഃഖത്തോടെ അല്ലാഹുവിന്റെ റസൂലുണ്ട്. അപ്പൊ അങ്ങനെ റസൂലുള്ളാഹിന്റെ പിന്നാലെ അങ്ങനെ നടക്കുകയാണ്. എങ്ങട്ട് ഖബർസ്ഥാനിലേക്ക്. മദീനയിലെ മസ്ജിദുൽ നബവിയുടെ 100-150 മീറ്റർ, കിലോമീറ്റർ അല്ല, 100-150 മീറ്റർ കിഴക്കുള്ള ആ ജന്നത്തുൽ ബഖി എന്ന് പറയുന്ന അൽ ബഖീഉൽ ഗർഖദ് എന്ന് പറയുന്ന ഖബർസ്ഥാൻ, അവിടത്തേക്ക് ജനാസ അങ്ങനെ കൊണ്ടുപോവാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ ചൊല്ലി കൊണ്ടുപോകുമ്പോ നേരെ ബാക്കിൽ നിൽക്കുന്നു ആര്? മുത്തുനബിയുടെ ബാക്കിൽ നിൽക്കുകയാണ് ആര്? സയ്യിദുനാ സൽമാൻ. ചെലേളും സൽമാനും ഉൽസുകൻ ആയി ബന്തയിടമീലായി സൽഗുണർ നബി ഖൽഫിൽ നിൽപ്പവർ തൽക്ഷണം തഫ്തീശിലായി ഹലറിന്ത് ഹസിത്ത് പൂമതി സല ചേല അതിത്തിരി ഹലറിന്ത് ഹസിത്ത് പൂമതി സല ചേല അതിത്തിരി ഖത്തമുൻ നുബുവത്ത് പാർത്തുളം കത്തി ഹർഷ പൂത്തിരി ഹലറിന്ത് ഹസിത്ത് പൂമതി സല ചേല അതിത്തിരി ഖത്തമുൻ നുബുവത്ത് പാർത്തുളം കത്തി ഹർഷ പൂത്തിരി. സൽമാൻ റസൂലുള്ളാഹിയുടെ ബാക്കിൽ ഇങ്ങനെ നടക്കണം. എന്തിനാണെന്നറിയോ? ഈ മുതുകത്തുണ്ട് ഉണ്ടാകും. അവസാനത്തെ നബിയാണെങ്കിൽ ചെറിയൊരു മുട്ട പോലെ, കോഴി മുട്ട പോലത്തെ ഒരു അടയാളമുണ്ട്. അതുണ്ടോ നോക്കാനാണ്. ഉണ്ടെങ്കിൽ മൂന്നാമത്തെ ടെസ്റ്റാണ്. ഉണ്ടെങ്കിൽ ഉറപ്പാണ് ഇത് തന്നെ റസൂൽ, ഇത് റസൂലാണ്, അവസാനത്തെ റസൂലാണ്. അപ്പൊ സൽമാൻ ഇങ്ങനെ ബാക്കിൽ നടക്കുമ്പോ ഇങ്ങനെ നോക്കുന്നുണ്ട്. റസൂലുള്ളാഹിയുടെ ബാക്കിൽ ഇങ്ങനെ ഇങ്ങനെ നോക്കുമ്പോ അതിന്റെ ഇടയിലൂടെ എന്ത് ചെയ്തു എന്നറിയോ? പ്രിയപ്പെട്ടവരെ, ഹേലറിന്ത് ഹസിത്ത് പൂമതി സാല ചേല അതിത്തിരി. സാല ചേല, ചേല എന്നുള്ളത് മലയാളമാണ്, സാല എന്നുള്ളത് അറബിയാണ്. ആ ചേല, ആ ഉടുപ്പ്, അത് സാല കുറച്ച് നീങ്ങിപ്പോയി. രണ്ടു ലാമിൽ അവസാനിക്കുക. അതൊക്കെയാണ് കവികളെ കഴിവ്. സാല അറബി വാക്കാണ്, ചേല മലയാള വാക്കാണ്. ചേല ആ ഡ്രസ് അതെന്തായി? സാല നീങ്ങിപ്പോയി. കുറച്ചൊന്ന് കാറ്റിനങ്ങ് നീങ്ങി. റസൂലുള്ളാഹി ഒരു ഷാൾ കൊണ്ട് ഇങ്ങനെ പുതച്ചിട്ടുണ്ട്. ആ ഷാള് കുറച്ചങ്ങ് നീങ്ങിയപ്പോ ബഹുമാനപ്പെട്ട സൽമാൻ അത് കണ്ടോ. ഖൽബിൽ ബന്ദ് യഖീൻ. ഇനി സംശയമില്ല, ഇത് തന്നെ അവസാനത്തെ നബി, ഇത് തന്നെയാണ് മുഹമ്മദ് മുസ്തഫ. ഉടനെ പറഞ്ഞ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ വാഹിദു വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഖൽബിൽ ബന്ദ് യഖീനോടൻ സൽമാനൂരത്തം തശ്ഹദു. കാലം എത്തിര തേടി സത്യം ഉത്ത് റബ്ബുൻ വാഹിദു. ഖൽബിൽ ബന്ദ് യഖീനോടൻ സൽമാനൂരത്തം തശ്ഹദു. കാലം എത്തിര തേടി സത്യം ഉത്ത് റബ്ബുൻ വാഹിദു.
ഇസ്ലാമിലേക്ക് വന്നെങ്കിലും ആള് അടിമയാണ്. അതുകൊണ്ട് പുറത്തിറങ്ങാൻ ചാൻസ് ഇല്ല. മഗ്രിബ് കഴിയുമ്പോൾ 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മാത്രമേ ചാൻസ് ഉള്ളൂ. അതിന്റെ ഇടയിലാണ് ബദർ യുദ്ധമുണ്ടായത്. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, സൽമാൻ ആരാണ്? അടിമയാണ്. ഈ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റാത്തതിന് വലിയ സങ്കടമുണ്ട്. ആർക്ക്? സയ്യിദുനാ സൽമാൻ. അബൂജഹൽ വാളുകളോടുകൂടി, അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത്, വലീദ്, വാള്, അമ്പ്, ബില്ല്, കുന്തം, കത്തി, എല്ലാ ആയുധങ്ങളും വന്നപ്പോൾ വന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ സ്വഹാബികൾ ബദരീങ്ങളെ യുദ്ധം ചെയ്യുമ്പോ ബദരീങ്ങളെ കൂട്ടത്തിൽ പെട്ടുകിട്ടാത്തത് കൊണ്ട് സൽമാൻ എന്നവര് മനസ്സ് എന്തുകൊണ്ട് ഉരുകിക്കൊണ്ടിട്ട് അയ്യത്തപ്പഴത്തോട്ടത്തിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ജീവിക്കുകയാണ്. അതിനെപ്പറ്റി മഹാകവി സിദ്ദീഖ് ഉസ്താദ് പാടുകയാണ്. വാളുകളമ്പും ബില്ലും ചാട്ടുളി പോളും കത്തികട്ടാരം ആളും കോളുകളൊക്കെ ഒരുക്കി വാരുന്നേ. ബദറിൽ ബമ്പൻ ജഹലും കൂട്ടരുമേറ്റം കിബിർ മികത്ത് കഥ അറിയാതരുതാത്തൊരു വേല കേറുന്നേ. ചൂളാതപ്പൊളുതാറ്റല്ലബിയ സുഹബരുമടരാടുന്നേ. ചൊങ്ക് വിളങ്ങണ ജന്നത്താണ് രണ്ടരികോർകളിൽ ലഭിച്ചൊന്നേ. കണ്ടോ, അതൊക്കെ പഠിക്കണം. ചൂളാതപ്പൊളുതാറ്റൽ നബി അസുഹാബരും അന്ന് അടരാടുന്നേ. അള്ളാന്റെ റസൂലും സ്വഹാബത്തും അതാ ബദറിൽ ചെന്നുകൊണ്ട് സ്വർഗം കിട്ടാൻ വേണ്ടി പടപൊരുതാണ്. റസൂലുള്ളാഹി പറയാണ്, ചൊങ്ക് വിളങ്ങണ ജന്നത്താണ് അജ്ർ. ജന്നത്ത് എന്താണ് അർത്ഥം? സ്വർഗം. ജന്നത്താണ് അജ്ർ. സ്വർഗമാണ് നിങ്ങൾക്കുള്ള പ്രതിഫലം. നിങ്ങൾക്കുള്ള പ്രതിഫലം സ്വർഗമാണ് ബദരീങ്ങളെ. റസൂലുള്ളാഹി പറഞ്ഞതിനെ പറ്റി മഹാകവി പാടുകയാണ്. ചൂളാതപ്പൊളുതാറ്റൽ നബിയ സുഹബരും നടരാടുന്നേ. ചൊങ്ക് വിളങ്ങണ ജന്നത്താണ് രണ്ടരികോർകളിൽ ലഭിച്ചൊന്നേ. ചൊല്ലാതെ പടി ബെല്ലാനൊക്കിൽ എല്ലാരും വൻപുലി തന്നെ. ചൂലൻ അസ്വദ് ചാടിയുടൻ ചമറാടിയവൻ ചകമായി മുന്നേ. അബൂജഹലുമയ്യത്ത് അബ്ദുൽ വലീദ് ഉത്ബത്ത് അത് പിടി ഒരു പിടി ബൻറു അസാക്കൽ അടലിട വീണ് മരിത്തരശാക്കൽ അരശരബിൽ തിജയക്കൊടി നാട്ടി ദീനിൻ താനമുയർത്തി പരശതമഹിതം പരിമള ചരിതം തീർത്ഥം നേ. അത് മുതല ഖുറൈശോരുടെ ഹൃദിൽ ആണ്ട് പൂണ്ട വിചാരം അതിനൊരു ബദലടി വേണം സൈഫാൽ പോർ തന്നെ. അങ്ങനെ ഇസ്ലാമിന് വേണ്ടി ഒരുപാട് സേവനം ചെയ്ത് 350-ാമത്തെ വയസ്സില് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ കാലത്ത് സൽമാൻ തങ്ങൾ വഫാത്താവുകയാണ്. പറയാൻ ഇനിയും ഒരുപാടുണ്ട്. റസൂലുള്ളാഹിന്റെ വഫാത്ത് വരെ ജീവിച്ചയാളാണ് സൽമാൻ റളിയല്ലാഹു അൻഹു. യാ സൽമാൻ. സിദ്ദീഖ് തങ്ങൾ 2 കൊല്ലം ഭരണം നടത്തിയപ്പോൾ ജീവിച്ചയാളാണ് സയ്യിദുനാ സൽമാൻ. ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ ഭരണകാലത്ത് ജീവിച്ച ആളാണ്. 12 കൊല്ലമാണ് ഉസ്മാൻ തങ്ങളെ ഭരണകാലം. അതിലേകദേശം 9 കൊല്ലത്തിലേറെ ജീവിച്ചു ആര്? സൽമാൻ തങ്ങൾ. അങ്ങനെ ഉസ്മാൻ തങ്ങളെ കാലത്ത്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ കാലത്ത് സൽമാൻ തങ്ങൾ വഫാത്തായി. സ്വർഗത്തിലെ വലിയ നേതാവായി ഹബീബായ റസൂലുള്ളാഹി എത്രയോ മദ്ഹുകൾ പറഞ്ഞിട്ടുണ്ട് സൽമാൻ തങ്ങളെ പറ്റി. നമുക്ക് പറയാൻ സമയമില്ല. അല്ലാഹുവേ, സൽമാൻ തങ്ങളെ കൂടെ ഞങ്ങളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്.